Hi everyone, welcome to Sajis Academy. ഒരുപാട് കാൻഡിഡേറ്റ്സ് റിക്വസ്റ്റ് ചെയ്ത ഒരു വീഡിയോയാണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് ഒരുപാട് കാൻഡിഡേറ്റ്സ് ചോദിച്ചിരുന്നത് നമുക്ക് IELTSന്റെ റൈറ്റിംഗ് ടാസ്ക് 1 എങ്ങനെ എഴുതാം, എങ്ങനെ ലളിതമായിട്ട് എഴുതാം, അതിന് വേണ്ട അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ലാംഗ്വേജ് ഭാഷ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന് കുറേയധികം റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അതിന്റെ ബേസിസിൽ മലയാളത്തിൽ ഇന്ന് ഈ ഒരു വീഡിയോ ഇടാം, കാരണം മലയാളത്തിൽ ഇടാമോ എന്നായിരുന്നു ആ റിക്വസ്റ്റ്. അപ്പോൾ ഇതുവരെയുള്ള വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ഒരു മലയാളം നരേഷനിലാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തായാലും വെൽക്കം ടു സജീസ് അക്കാഡമി. നമുക്ക് ഇതിലേക്ക് പോകാം. IELTS റൈറ്റിംഗ് ടാസ്ക് 1 മികച്ച ഭാഷയിൽ ലളിതമായി എങ്ങനെ എഴുതാം, എങ്ങനെ നിങ്ങൾക്ക് 7 ബാൻഡ് എളുപ്പത്തിൽ എഴുതിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രസന്റേഷൻ. സോ നമുക്ക് ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. ഇത് നമുക്കിവിടെ പ്ലീസ് റിമൂവ് ടു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് എൻജോയ് ദ നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ് കിട്ടും. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് ഈ ഒരു ഇതിന്റെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകാം. അപ്പൊ ഞാനിവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ ടിപ്പാണ്. IELTS റൈറ്റിംഗ് ടാസ്ക് എങ്ങനെ എളുപ്പത്തിൽ എഴുതിയെടുക്കാം. ആദ്യത്തെ ടിപ്പാണ് ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓൾവേസ് യൂസ് കറക്റ്റ് ഫോം ഓഫ് ദ ടെൻസ് ടു ഡിസ്ക്രൈബ് എ ഡയഗ്രാം. നിങ്ങൾക്ക് കിട്ടുന്നത് ബാർഗ്രാഫ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ടേബിൾ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാപ്സ് ആയിക്കോട്ടെ, പ്രോസസ് ഡയഗ്രാം ആയിക്കോട്ടെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ അനുയോജ്യമായ മാച്ചിങ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ടെൻസ് ഫോം ഉപയോഗിക്കുക എന്നുള്ളതാണ് വെരി വെരി എസെൻഷ്യൽ. കാരണം ടെൻസ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നെ ഫുൾ ബാൻഡ് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾക്ക് അവർ തരും ഒരു ബേസിക് മാർക്ക് തരുമായിരിക്കും, പക്ഷെ വലിയ ഒരു സ്കോർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ടെൻസ് ആദ്യം നമുക്കൊന്ന് ക്ലിയർ ചെയ്യണം. അപ്പം നമുക്ക് അതിന്റെ ഡിഫറെന്റ് ഡയമെൻഷൻസോ ഏതൊക്കെ ടെൻസ് ബേസിക് ആയിട്ട് നമുക്ക് എങ്ങനെ ടെൻസ് സെലക്ട് ചെയ്യാം, അത് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, ചില എക്സാമ്പിൾസ് ഞാൻ ഇതിനകത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. നമുക്ക് എന്തായാലും ആദ്യം നോക്കാം. ഓൾവേസ് ഫോളോ ദ ടെൻസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ഒരു ടെൻസ് ഉണ്ടാവും, നിങ്ങൾ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ദാറ്റ് ഇസ് എ സിംപ്ലസ്റ്റ് മെത്തേഡ്. അപ്പൊ നമുക്കത് നോക്കാം. ആദ്യത്തേത് നമുക്ക് പാസ്റ്റ് ടെൻസ് എങ്ങനെ അത് നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ പാസ്റ്റ് ടെൻസ് വരും എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ക്വസ്റ്റ്യൻ: The chart below show the changes in ownership of electrical appliances and amount of time spent doing housework in households in one country between 1930 and 2010. നിങ്ങൾ ചിലരെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യനിൽ ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഒരു രാജ്യത്ത് സംഭവിച്ചിരിക്കുന്ന ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ ഓണർഷിപ്പും അതുപോലെ അത് ഉപയോഗിച്ചിരിക്കുന്ന സമയം, പക്ഷെ അതിന്റെ ടൈം പീരീഡ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? 1930 and 2010. So look at the way they have written the question. It's very specific. ഇവിടെ രണ്ട് പീരീഡ് ഓഫ് ടൈം തന്നിട്ടുണ്ട്. രണ്ടും പാസ്റ്റ് ടെൻസിലാണ്. നോട്ട് ഇറ്റ് ഡൗൺ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ടെൻസ് എന്തായിരിക്കണം? നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന ടെൻസ് പാസ്റ്റ് ടെൻസ് ആയിരിക്കും. നിങ്ങൾക്ക് വേറൊരു ടെൻസ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ബേസിക്കലി നിങ്ങൾക്ക് ഉപയോഗിക്കാം ഇൻ എ ക്ലവർ വേ. നിങ്ങൾക്ക് അത് അത്രയും ലാംഗ്വേജ് സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്ലവർ ആയിട്ടൊക്കെ ചില കാര്യങ്ങൾ പറയാം. പക്ഷെ എങ്കിലും ബേസിക് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ ടെൻസ് എന്ന് പറയുന്നത് നിങ്ങൾ പാസ്റ്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. ഹിയർ ബോത്ത് ദ ഡേറ്റ്സ് ആർ ഗിവൺ ഇൻ ദ പാസ്റ്റ്. ഫോർ എക്സാമ്പിൾ 1930 and 2010. So use only past tense to describe the data in this question. Very very safest method. അപ്പോൾ നമുക്ക് ഇതിന്റെ ഒരു സെന്റൻസ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് നമ്മൾ ഈ പാസ്റ്റിലേക്ക് കൊണ്ടുവരുന്നത്? ഞാൻ എന്നിട്ട് ആ പാസ്റ്റ് ടെൻസ് ഫോമിനകത്ത് റെഡ് ലെറ്ററിൽ ഹൈലൈറ്റ് ചെയ്തത്. നമുക്ക് അതിന്റെ യൂസേജ് നോക്കുക. എക്സാമ്പിൾ: In the year 1930, the use of washing machine was just 5%. So use the tense was just 5%. കാരണം ഇയർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് 1930 ആണ്, 1930. However, by the year 1950, it rose steeply to 60%. കണ്ടോ? അപ്പോൾ ഇത് 5% നിന്ന് റോസ് സ്റ്റീപ്ലി, ഒരു സഡൻ ഇൻക്രീസ് വന്നു അതിനകത്ത്. അത് 60% വർദ്ധിച്ചു. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ടെൻസ് ഏതാണ്, അത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ടെൻസ് മാനേജ് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ടെൻസ് ഫോമിലേക്ക് പോകാം. പ്രസന്റ് ടെൻസിനെ കുറിച്ചുള്ള ഇതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ നോക്കുക. The charts below show the changes in use of electrical appliances and the amount of time spent doing housework in households in one country during day and night. അപ്പോൾ ഒരു രാജ്യത്ത് ഡേ ആൻഡ് നൈറ്റ്, രാവും പകലുമായിട്ട്
ആൾക്കാർ ഉപയോഗിച്ചിരിക്കുന്ന ഒരു എന്ന് പറയുന്ന ഇത് ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ അവർ ഉപയോഗിച്ചിരിക്കുന്ന എമൗണ്ട് ഓഫ് ടൈമും അതിന്റെ എന്ന് പറയുന്നത് അതിന്റെ യൂസ് ഒക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എന്താണ് ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ റെഫറൻസ് ടു ദ ഡേറ്റ്സ്. ഇതിനകത്ത് പാസ്റ്റ് എന്ന് പറയുന്നില്ല, പ്രസന്റ് പറയുന്നില്ല, ഡേ നൈറ്റ് എന്നേ ഉള്ളൂ. പ്രസന്റ് എന്ന് അപ്പൊ നമുക്കത് പ്രസന്റ് ആണ്, ഡേ ആൻഡ് നൈറ്റ്. അത് ഫ്യൂച്ചർ എന്ന് പറയുന്നില്ല, പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് മറ്റ് ഡേറ്റ് റെഫറൻസ് ഒന്നും തന്നിട്ടില്ല. സോ ധൈര്യമായിട്ട് പ്രസന്റ് ടെൻസിൽ പറഞ്ഞു പോകാം. സോ എന്താണ് റൂൾ ഇവിടുത്തെ ടിപ്പ് എന്ന് പറയുന്നത് ടെൻസ് നമുക്ക് ടൈം സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഇയർ സ്പെസിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. ഇഫ് ഞാനിവിടെ ടിപ്പ് പറഞ്ഞിട്ടുണ്ട്, ഇഫ് നോ ടൈം പീരീഡ് ഈസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, സോ use only present tense to describe the data in this question. So this is the key here. നമുക്ക് ഇതൊന്ന് നോക്കാം, യൂസ് ചെയ്ത് നോക്കാം. അതിന്റെ എക്സാമ്പിൾ, one of the main characteristics of the diagram is the nighttime use of washing machine by people. At least 80% of them prefer to use the washing machine during the night time. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് ഫോമുകൾ ഒന്ന് ഈസ്, തീർച്ചയായിട്ടും സിമ്പിൾ പ്രസന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം. ദെൻ പ്രിഫർ, സിമ്പിൾ പ്രസന്റ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ടൈം പീരീഡ് സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ കണ്ണു കൂട്ടി പ്രസന്റ് ടെൻസിലേക്ക് പോയിക്കോളാം, ഒരു പ്രശ്നമില്ല, കറക്റ്റ് ആൻസർ കറക്റ്റ് ആയിരിക്കും. നമുക്കിനി അടുത്ത സ്ലൈഡിലേക്ക് പോവാം. നമുക്കിവിടെ ഫ്യൂച്ചർ ടെൻസിലേക്ക്, അപ്പൊ നമ്മൾ പാസ്റ്റ് പറഞ്ഞു, പ്രസന്റ് പറഞ്ഞു, ഇനി നമുക്ക് ഫ്യൂച്ചർ ടെൻസിലേക്ക് എങ്ങനെ നമുക്ക് ആ ഒരു ഏത് രീതിയിലുള്ള എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിനാണ് നമുക്ക് ഫ്യൂച്ചർ ടെൻസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കാം, നമുക്ക് അതൊന്നും നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. The charts below show the ownership of electrical appliances and the amount of time spent doing housework in households in one country now and a prediction for the year 2050. So that's the case. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി രണ്ട് ടെൻസ് ഉണ്ട്. നൗ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് പ്രസന്റ് ടെൻസ് തീർച്ചയായിട്ടും വേണം. അതുപോലെ തന്നെ പ്രഡിക്ഷൻ ഫോർ ദ ഇയർ 2050, 2050 എന്തു സംഭവിച്ചേക്കാം എന്നാണ് ഇതിനകത്ത് അവർ എന്ത് പറയുന്ന ഒരു കാര്യമായിട്ട് പറയാൻ പോകുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് ടെൻസ് നൗ നമുക്ക് പറയണം, പ്രഡിക്ഷനെ കുറിച്ച് പറയണം, 2050 പ്രഡിക്ഷനെ കുറിച്ച് പറയണം. അപ്പൊ നൗ റെഫർ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. ആൻഡ് പ്രഡിക്ഷൻസ് ഏത് ടൈപ്പ് ഓഫ് പ്രഡിക്ഷൻ ആയിക്കോട്ടെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കുക, തീർച്ചയായിട്ടും എഴുതുക. അപ്പൊ നമുക്ക് 3 ടെൻസ് ആണ്. ഒന്ന് പാസ്റ്റിൽ നിന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് പ്രസന്റ് ടെൻസിലേക്ക് വന്നു. പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് ടൈം പീരീഡ്സ് തന്നിട്ടുണ്ട്. പ്രസന്റ് ടെൻസ് പറഞ്ഞപ്പോൾ അതിനകത്ത് എന്ന് പറയുക സ്പെസിഫിക് ടൈം പീരീഡ്സ് ഒന്നുമില്ല. പ്രസന്റ് ടെൻസിലേക്ക് പോയി. ഇവിടെയാണെങ്കിൽ നമുക്ക് നൗ എന്ന് പറഞ്ഞ പ്രസന്റ് ടെൻസിന്റെ റെഫറൻസ് ഉണ്ട്, ആസ് വെൽ ആസ് നമുക്ക് prediction for the year 2050 ഉണ്ട്, അവിടെ നമുക്ക് ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിക്കാം. So usually present tense to describe the data pertains to now in this question and use future tense to describe the data for 2050. നമുക്ക് അതിന്റെ യൂസ് ഒന്ന് നോക്കാം. For example, one of the main characteristics of the diagram is the minimal use of washing machine by people now. So ഇപ്പോൾ പ്രസന്റിനെ കുറിച്ച് പറഞ്ഞത് പ്രസന്റ് ഈസ് എന്ന് പറയും. ഇപ്പോൾ ആൾക്കാർ ഇതാണ് മിനിമൽ യൂസേ ഉള്ളൂ, വെരി ബേസിക് യൂസ്. ബ്രാക്കറ്റ് നമുക്ക് ഡേറ്റ കൊടുക്കുന്നുണ്ട്. ഈ ടെക്നിക്കിന് നമ്മൾ പാരന്തീസിസ് എന്ന് പറയും. ഞാൻ ഇതിനു മുമ്പ് റൈറ്റിംഗ് ടാസ്ക് 1ന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ നമ്മൾ ഇത് പാരന്തീസിസ് ചെയ്യണമെന്ന് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. However, it is predicted that at least 80% of them will use the washing machine by the year 2050. പക്ഷേ നമുക്ക് ഡേറ്റ വെച്ച് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നതാണ് 2050 ആകുമ്പോഴത്തേക്കും 80% ആൾക്കാരെങ്കിലും ഇത് ഉപയോഗിക്കും എന്നാണ് നമുക്ക് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇവിടെ വരുന്ന ടെൻസ് രണ്ടെണ്ണം ഏതാണ്? ഒന്ന് നമുക്ക് നൗ ദ പ്രസന്റ് യൂസിനെ കാണിക്കാനായിട്ട് നമ്മൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചു. ഫ്യൂച്ചർ യൂസിൽ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ഉപയോഗിച്ചു. റിമെമ്പർ ഈ ഒരു 3 യൂസ് ഓഫ് ടെൻസ് വളരെ ബേസിക് ആണ്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. അറിയാതെ നിങ്ങൾ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കോപ്പ് കിട്ടും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനില്ല. സോ നമുക്കിതൊന്ന് വളരെ എളുപ്പമുള്ള ഒരു സംഭവമാണ്. ഇത് നിങ്ങൾ ഈ വീഡിയോ 2-3 തവണ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്, പ്രത്യേകിച്ച് അതിന്റെ യൂസേജ് മനസ്സിലാക്കുക. നിങ്ങൾക്കിത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിടിയിട്ടു ഇതേ പാറ്റേൺ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഴുതാൻ സാധിക്കുകയും ചെയ്യും. സോ നമുക്കിനി ഇവിടെ ഒന്നും തീർന്നില്ല, നമുക്ക് മറ്റ് യൂസസ് മറ്റ് ടെൻസ് ഫോംസും നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. അത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ യൂസ് ഓഫ് ടെൻസസ് ഇൻ അതർ കോണ്ടെക്സ്റ്റ്, മറ്റ് ചില കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ടെൻസ് ഫോംസിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ഹൗ ടു ഡിസ്ക്രൈബ് 2 തിങ്സ് ഹാപ്പൻഡ് ഇൻ ദ പാസ്റ്റ് ബട്ട് ഇൻ ദ സെയിം പീരിയഡ് അല്ലെങ്കിൽ സെയിം ടൈം. ഒരേ സമയം കഴിഞ്ഞുപോയ കാലത്ത് കഴിഞ്ഞുപോയ കാലത്തിൽ സംഭവിച്ചിരിക്കുന്ന 2 കാര്യം പറയേണ്ടി വന്നാൽ നിങ്ങൾ ഏത് ടെൻസ് ഉപയോഗിക്കും? ഇതാണ് നമുക്കൊന്ന്. അപ്പോൾ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഇമാജിനറി സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം. സപ്പോസ് യു നീഡ് ടു മേക്ക് എ കമ്പാരിസൺ ഓഫ് ഡാറ്റ ആൻഡ് ദ ഡാറ്റ ഷോ ദാറ്റ്
the use of washing machine increased to 80% by the year 1980. 1980 മെഷീൻ വാഷിംഗ് മെഷീന്റെ യൂസ് ഇൻക്രീസ് ചെയ്തു 80% കൂടി. ഇൻ ദ സെയിം പീരീഡ്, അതേ കാലഘട്ടത്തിൽ 1900 ബൈ ദ ഇയർ 1980 കൂടി അതേ സമയത്ത് എന്ത് സംഭവിച്ചു? ദ യൂസ് ഓഫ് വാക്യൂം ക്ലീനർ ഡിക്രീസ് ടു 40%. അപ്പോൾ വാക്യൂം ക്ലീനറിന്റെ ഉപയോഗം കുറഞ്ഞു. അപ്പം ഒരു സൈഡിൽ നിങ്ങൾക്ക് വാഷിംഗ് മെഷീന്റെ ഉപയോഗം കൂടി, മറു സൈഡിൽ മറ്റൊരു എക്യുപ്മെന്റ് ആയ വാക്യൂം ക്ലീനറിന്റെ ഉപയോഗം കുറഞ്ഞു. ഇത് നിങ്ങൾക്ക് ഒരേ സമയം പറയണം. സോ രണ്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാം, ഏത് രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം? സൊല്യൂഷൻ: പ്ലേസ് ബോത്ത് ഓഫ് ദം ഇൻ ദ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് യൂസ് വൈൽ, ദോ, ഓൾ, ദോ, വേറാസ് ഇങ്ങനെയുള്ള ലിങ്കിങ് വേർഡ്സ്, കണക്റ്റേഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇതിനെ രണ്ടിനെയും പാസ്റ്റ് ടെൻസിൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഞാൻ ഇതിന് എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്. നോക്കുക, എക്സാമ്പിൾ നോക്കുക. Although the use of washing machine increased sharply during this period, there was a sudden fall vis-a-vis the use of vacuum cleaner. You see, ഞാൻ ഓൾഡോ ഉപയോഗിച്ചിട്ട് ഇതിനെ മാനേജ് ചെയ്തു. പക്ഷെ രണ്ടും സിമ്പിൾ പ്രസന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, ധാരാളം. ഓർ നിങ്ങൾ നോക്കാം, ഇനി വൈൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷൻ, വൈൽ ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ ഇൻക്രീസ്ഡ് ഷാർപ്ലി ഡ്യൂറിംഗ് ദിസ് പീരിയഡ്. അപ്പൊ വാഷിംഗ് മെഷീന്റെ യൂസ് ഷാർപ്പായിട്ട് കൂടി എങ്കിലും there was a sudden fall vis-a-vis with regard to the use of vacuum cleaner. വെരി സിമ്പിൾ. ഇവിടെയും ഞാൻ വൈൽ ഉപയോഗിച്ചു, പക്ഷെ രണ്ടും സിമ്പിൾ പാസ്റ്റിൽ തന്നെ പറഞ്ഞു. ഓർ നോട്ടീസബിളി ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ ഇൻക്രീസ്ഡ് ഷാർപ്ലി ഡ്യൂറിംഗ് ദിസ് പീരിയഡ്, വേറാസ് അതേസമയം there was a sudden fall vis-a-vis the use of vacuum cleaner. സോ 3 ഡിഫറെന്റ് പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ മെത്തേഡ് ട്രൈ ചെയ്യാം. വളരെ നല്ല മെത്തേഡാണ്, എളുപ്പത്തിൽ മാർക്ക് അടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അല്ലെ, ലളിതമായിട്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എന്ന് പറഞ്ഞ ടെൻസ് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് എന്താ പറയുന്ന യൂസ് ഓഫ് ടെൻസ് ഇൻ അതർ കോണ്ടെക്സ്റ്റ്, നമുക്ക് ഇനി 1-2 ടെൻസും കൂടെ നോക്കാം. യൂസ് ഓഫ് സിൻസ് ആൻഡ് റീസെന്റ്ലി ഇങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടിയിരിക്കും. സിൻസ്, റീസെന്റ്ലി ആൻഡ് പ്രസന്റ് ടെൻസ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇങ്ങനെയുള്ള ടെൻസസ് നമുക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. സപ്പോസ് യു നീഡ് ടു ഡിസ്ക്രൈബ് എ ഡേറ്റ ദാറ്റ് ഹാസ് എ റെഫറൻസ് ടു ദ പ്രസന്റ്, ലൈക്ക് the use of washing machine shows a steady increase from 2010 to 2024. നമ്മളിപ്പം 2024 വിചാരിക്കുക. സോ നമുക്ക് എന്താണ് ഒരു സ്റ്റഡി ഇൻക്രീസ് കാണിക്കുക. നമുക്ക് ഒരു പ്രസന്റ് റെഫറൻസ് ഉണ്ട്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തേക്ക് ഒരു റെഫറൻസ് ഈ ഒരു ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം? സൊല്യൂഷൻ എന്താണ്? ഇഫ് സോ, യൂസ് ദ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് സപ്പോർട്ടഡ് ബൈ സിൻസ് ഓർ റീസെന്റ്ലി. സിൻസ് ഓർ റീസെന്റ്ലി ഉപയോഗിച്ചിട്ട് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാം. എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം? എക്സാമ്പിൾ നോക്കുക. സിൻസിന്റെ എക്സാമ്പിൾ ആണ് ആദ്യം തന്നിരിക്കുന്നത്. The use of washing machine has increased steadily since 2010. വെരി സിമ്പിൾ. 2010 മുതൽ വാഷിംഗ് മെഷീനിന്റെ യൂസ് ഇൻക്രീസ് സ്റ്റഡിലി കണ്ടിന്യൂസ് ആയിട്ട് പ്രോഗ്രസീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രസന്റ് റെഫറൻസ് വന്നു അതിനകത്ത്. സിൻസ് 2010 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന സമയം വരെ ഉണ്ട്, അന്ന് മുതൽ ഇന്ന് വരെ എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. ഓർ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ ഹാസ് ബീൻ ഇൻക്രീസിംഗ് സ്റ്റഡിലി സിൻസ് 2010. അതും പോസിബിൾ ആണ്. കണ്ടിന്യൂസ് ഫോർമാറ്റിലേക്ക്, പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് നിങ്ങൾക്ക് പോകാം. ദിസ് ഈസ് ഓൾസോ പോസിബിൾ. ഇനി മറ്റൊരു എക്സാമ്പിൾ റീസെന്റ് വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ റീസെന്റ് എടുത്തത്. ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ ഹാസ് ഇൻക്രീസ്ഡ് സ്റ്റഡിലി ഇൻ ദ റീസെന്റ് ഇയേഴ്സ്. സോ ദാറ്റ് ഇസ് എ തിങ്. അപ്പോൾ റീസെന്റ് എന്നുള്ള ആഡ്വർബ് ആണ്, അതിനെ നമ്മൾ റീസെന്റ് ഇയേഴ്സ് ആക്കി അഡ്ജക്റ്റീവായിട്ട് മാറ്റി. ഓർ ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ ഹാസ് ബീൻ സ്റ്റഡിലി ഇൻക്രീസിംഗ് ഇൻ റീസെന്റ് ഇയേഴ്സ്. സോ നിങ്ങൾ ഇപ്പൊ നോക്കി, നമ്മളിപ്പോ എത്ര ടെൻസ് ആയി നോക്കി. നമ്മൾ ആദ്യം പാസ്റ്റ് ടെൻസിൽ, സിമ്പിൾ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു, പാസ്റ്റ് ടെൻസിൽ സ്റ്റാർട്ട് ചെയ്തു, പ്രസന്റ് ടെൻസ് പറഞ്ഞു, ഫ്യൂച്ചർ ടെൻസിൽ യൂസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2 പാസ്റ്റ് ഇവന്റ്സ് നാരേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് അത് എങ്ങനെ പറയാം എന്നുള്ളത് ഞാനത് മെൻഷൻ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സിൻസ്, റീസെന്റ്ലി ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും എങ്ങനെ ഉപയോഗിക്കാം. സോ ഈ ടെൻസ് ഫോംസ്, എല്ലാ ടെൻസ് ഫോംസും ഇമ്പോർട്ടന്റ് ആണ്. ഇത് അറിയാമെങ്കിൽ ഇതൊരു ടെക്നിക്കാണ്, ഇതൊരു മെത്തേഡാണ്. ഈ ഒരു നാക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 7+ ഗ്യാരണ്ടി കിട്ടും. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. സോ ഇത് നിങ്ങൾ പ്രത്യേകം പലതവണ കണ്ട് മനസ്സിലാക്കി ഇത് എഴുതുകയും, ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും സെന്റൻസ് എഴുതുന്നതിൽ കൺഫ്യൂഷൻ വരികയാണെങ്കിൽ, നിങ്ങൾക്ക് ഒരു സെന്റൻസ് ഇട്ട് എഴുതാൻ പറ്റുന്നില്ല, യു ക്യാൻ പോസ്റ്റ് ഇൻ ദ കമന്റ് ബോക്സിനകത്ത് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ട് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ കറക്ഷൻ നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും. സോ യു ക്യാൻ കോൺടാക്ട് യു. ഓക്കെ, സോ ദാറ്റ്സ് എ കേസ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഞാൻ വാട്സ്ആപ്പ് നമ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ എന്ന് പറയുന്നത് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ഇടാം, ഇങ്ങനെ ഒരു സെന്റൻസ് ഞാൻ എഴുതുക ശരിയായിരിക്കുമോ. സോ ഐ വിൽ ആൻസർ റിപ്ലൈ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നമുക്കിനി എന്ന് പറയുന്നത് അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോകാം. ഇവിടെ നമുക്ക് യൂസ് ഓഫ് ടെൻസസ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ യൂസ് ഓഫ് ബൈ ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. അപ്പൊ നമുക്ക് ബൈ എന്ന വാക്ക് പ്രപ്പോസിഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ചില സിറ്റുവേഷനിൽ നമ്മൾ ചില സെന്റൻസസ് എഴുതേണ്ടി വരും.
അതെങ്ങനെയാണ് നമുക്ക് ഈ ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത്. സപ്പോസ് you need to describe a data that has a reference to the past or future, like the use of washing machine shows a twofold, twice or thrice, or is 4 times increase from 1950 to 2010, or by is 2050. അപ്പോൾ ഇങ്ങനെ ഒരു ടൈം ഫ്രെയിമിൽ 2, 3, 4 ടൈംസ് ഒക്കെ ഇൻക്രീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നല്ല ലാംഗ്വേജ് ഉപയോഗിച്ച് നമുക്കിത് പറയാന്നുള്ളത് ഞാൻ 2-3 നല്ല വൊക്കാബുലറി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. മാർക്കറ്റ് നമുക്ക് സൊല്യൂഷൻ നോക്കാം. സൊല്യൂഷൻ ഫോർ 1950 to 2010, കാരണം പാസ്റ്റ് ആണ്. ഈ രണ്ട് 1950 കഴിഞ്ഞു പോയി, 2010 കഴിഞ്ഞു പോയി, പാസ്റ്റ് ടെൻസ് ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് ഉപയോഗിക്കാം? യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻഡ് ബൈ. ഫോർ എക്സാമ്പിൾ, by the year 2010 the use of washing machine had 2 times ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഡബിൾഡ്, 3 times ആണെങ്കിൽ നിങ്ങൾക്ക് പറയാം ട്രിപ്പിൾഡ്, ഓർ 4 times ആണെങ്കിൽ നിങ്ങൾക്ക് ഈ വാക്ക് ഉപയോഗിക്കാം ക്വാഡ്രിപ്പിൾഡ്. ഇത് സാധാരണ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം. ഇറ്റ്സ് പോസിബിൾ 4 times ഇൻക്രീസ് വന്നിരിക്കുന്നു. സോ ഈ രീതിയിൽ പറയാം. ഇനി നമുക്കൊരു സൊല്യൂഷൻ ഫോർ 2050, നമുക്ക് ഫ്യൂച്ചർ ഡേറ്റിലേക്കാണ് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ബൈ ദി എൻഡ് ഓഫ് ദിസ് കറന്റ് ഇയറിന്റെ എൻഡിലേക്ക്, ഇപ്പൊ നമ്മൾ മിഡിലിൽ നിൽക്കുവാണ്, അപ്പൊ ഈ എൻഡിലേക്ക് നമുക്ക് പറയണമെങ്കിൽ എന്ത് പറയാം? യൂസ് ഓഫ് വാഷിംഗ്, എക്സാമ്പിൾ നോക്കാം. ദ യൂസ് ഓഫ് വാഷിംഗ് മെഷീൻ വുഡ് ഹാവ് ഡബിൾഡ് ബൈ ദി ഇയർ 2050 ഓർ ബൈ ദി എൻഡ് ഓഫ് ദ ഇയർ. പ്രൊഡിക്ഷൻ ആണ്, നമുക്ക് ഇത് ഉപയോഗിക്കാം അല്ലെങ്കിൽ കൂടാൻ അതിയായ സാധ്യതയുണ്ട് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ. കണ്ടോ? അപ്പൊ ഈ ടെൻസ് ഫോംസ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുക. ഇറ്റ് ഈസ് ഹൈലി ബെനിഫിഷ്യൽ ഫോർ യു. നൗ കമ്മിങ് ടു നമുക്ക് ഈ യൂസ് ഓഫ് ടെൻസസ്, നമുക്ക് പാരാഫ്രൈസ്ഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മൾ റൈറ്റിംഗ് ടാസ്ക് 1 എഴുതി തുടങ്ങുന്നത് തന്നെ നമുക്ക് പാരാഫ്രൈസ്ഡ് ക്വസ്റ്റ്യനിൽ നിന്നാണ്. ആദ്യം ക്വസ്റ്റ്യൻ പാരാഫ്രൈസ് ചെയ്യണം. അവിടെ അതുപോലെ നമുക്ക് ഒരു ഓവർവ്യൂ എഴുതാനുണ്ട്. ഓവർവ്യൂ നമുക്ക് 2 സമയത്ത് എഴുതാം. ഒന്ന് നമുക്ക് പാരാഫ്രൈസ്ഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ഉടനെ എഴുതാം, അല്ലെങ്കിൽ അറ്റ് ദി എൻഡ് നമുക്കൊരു ഓൾ ഇൻ ഓൾ, ഓവറോൾ അല്ലെങ്കിൽ ഇൻ ഷോർട്ട് എന്നുള്ള രീതിയിലും എഴുതാം. ഓക്കെ, 2 കോണ്ടെക്സ്റ്റിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലാണ്. അത് ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഏത് സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്നുള്ളത്. സോ അപ്പൊ നമുക്ക് ഇതൊന്ന് നോക്കാം. ഇതിൽ എങ്ങനെയാണ് യൂസ് ഓഫ് ടെൻസസ് ഇൻ ദ ഇൻട്രൊഡക്ഷൻ ഓർ പാരാഫ്രൈസ്ഡ് ക്വസ്റ്റ്യൻ ആൻഡ് ഓവർവ്യൂ, അല്ലെങ്കിൽ നമുക്ക് ഓവർവ്യൂ എഴുതുന്നതിൽ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യൂസ് സിമ്പിൾ പ്രസന്റ് ടു ഇൻട്രൊഡ്യൂസ് ദ ഡയഗ്രാം ഓർ മേക്കിംഗ് എ പാരാഫ്രൈസ്ഡ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് സിമ്പിൾ പ്രസന്റിൽ മതിയാകും അത് പറയാനായിട്ട്. നമുക്ക് ഇവിടെ നോക്കുക. എക്സാമ്പിൾ, the charts vividly portrays, means vividly means clearly shows, portrays shows or illustrates the changes in the possession of electrical gadgets and the duration of time in doing chores in families in a country from 1930 to 2010. അപ്പോൾ ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ അതിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ച ടെൻസ് the vividly portrays, സിമ്പിൾ പ്രസന്റ് ആണ്. ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അത് ഏതൊരു പീരീഡിനെ കുറിച്ചുള്ള ആയിക്കോട്ടെ. ആക്ച്വലി the diagram shows or gives you a data on 1930 and 2010. അപ്പോൾ അതിന്റെ ഇടയിലുള്ള ഡേറ്റയാണ് തന്നിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്ക് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കാം. ഇത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക, നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. അതുപോലെ ഓവർവ്യൂ എഴുതുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ആൻഡ് ഓവർവ്യൂ വിത്ത് ദ ഫ്രേസ് ഗിവൺ ബിലോ. നമുക്ക് ഈ സിമ്പിൾ പ്രസന്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു എന്താണ് ഓവർവ്യൂ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എങ്ങനെയാണെന്ന് നോക്കാം. എക്സാമ്പിൾ ഞാൻ തന്നിരിക്കുന്നത്, all in all means in overall, അല്ലെങ്കിൽ at a glance, it is evident from the charts that, so it is evident. ഇത് വളരെ വ്യക്തമാണ്, ചാർട്ടിൽ നിന്ന് വളരെ വ്യക്തമാണ്. Then you just tell whatever you want. While the possession of electrical equipment increased tremendously during this period, the time spent on doing chores by the families decreased steadily. അപ്പോൾ ഇത് നമ്മൾ ടിപ്പ് നമ്പർ 4 ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഫോർമാറ്റ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടിപ്പ് നമ്പർ 4 തിരികെ പോയിട്ട് നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്ത് മനസ്സിലാക്കാം ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത്. സോ യൂസി നിങ്ങൾക്ക് എത്ര എളുപ്പത്തിൽ എത്ര ലളിതമായിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ടെൻസസ് ഉപയോഗിക്കാമെന്ന് മനസ്സിലാകും. സോ ദിസ് ഈസ് ദ കീ ഓഫ് ദിസ് പ്രസന്റേഷൻ. ഇനി നമുക്ക് ടെൻസ് മാത്രം നമ്മൾ എന്ന് പറയുന്നത് നന്നാക്കി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലാക്കി, അല്ലെങ്കിൽ കറക്റ്റായിട്ട് എഴുതി നമുക്ക് തീർച്ചയായിട്ടും 7 ബാൻഡ് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അതിന് കാരണം അതൊരു എലമെന്റ് ആണ്. നമുക്ക് അതിനൊരു സർട്ടൻ പെർസെന്റേജ് വെയിറ്റേജ് നമുക്കുള്ളൂ. ഇതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ, മികച്ച വൊക്കാബുലറി ഉപയോഗിക്കാം, മികച്ച വൊക്കാബുലറി, നല്ല വൊക്കാബുലറി, സെലക്റ്റീവ് വൊക്കാബുലറി. അപ്പൊ നമ്മൾ അത് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇവിടെ ഞാൻ ഇനി പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വൊക്കാബുലറി ഫോർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയഗ്രാംസ്, അതുപോലെ തന്നെ പെർസെന്റേജസിന്റെ ഡിസ്ക്രിപ്ഷൻ, ഇങ്ങനെയുള്ള കുറേയധികം ഡിസ്ക്രിപ്റ്റേഴ്സും വൊക്കാബുലറി ഒക്കെയാണ് നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്കിനി വരുന്നത് നോക്കുക,
വൊക്കാബുലറി ഫോർ ഇൻക്രീസ്, പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ വരുന്ന എല്ലാ സ്ഥലങ്ങളിലും നിങ്ങൾക്ക് ഈ ഒരു ഇൻക്രീസ്, ഡിക്രീസ്, ഫ്ലക്ച്വേഷൻ ഇങ്ങനെയുള്ള ട്രെൻഡ്സ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇൻക്രീസിങ് ട്രെൻഡ്സ് ഞാനിവിടെ തന്നിട്ടുണ്ട്. നമുക്കതെല്ലാം തന്നെ ഒന്ന് നോക്കാം. ആദ്യത്തെ നോക്കുക, നമുക്ക് ആദ്യം എ, ഞാനിവിടെ എ തന്നിട്ടുണ്ട്. അവിടെ ഞാനൊരു ഒരു ഗ്രീൻ ആരോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്രീൻ ആരോ ഇട്ടിട്ടുണ്ട്. സോ ഇൻ ദിസ് ടൈപ്പ് ഓഫ് വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു? ഇതെന്താ സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് the arrow A refers to increase. That means something is increasing. If it is profit ആണെങ്കിൽ increasing, അല്ലെങ്കിൽ എന്തിൻ്റെങ്കിലും ഒരു കൺസംഷൻ ആണെങ്കിൽ increasing, യൂസ് ആണെങ്കിൽ increasing, അല്ലെങ്കിൽ വിസിറ്റിംഗ് ലൈബ്രറി increasing, മേക്കിംഗ് ടെലിഫോൺ കോൾസ് increasing, റേറ്റ് ഓഫ് ക്രൈംസ് മേ ബി increasing. സോ ഈ ഒരു ഫോർമാറ്റിൽ വരുമ്പോൾ നമ്മളത് എളുപ്പത്തിൽ മനസ്സിലാക്കി ഡെഫിനറ്റ്ലി ഈസ് ആൻ ഇൻക്രീസിംഗ് ട്രെൻഡ്. അപ്പൊ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന യൂസ്ഫുൾ വൊക്കാബുലറി ഏതാണ്? നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ്, അല്ലെങ്കിൽ ഇറ്റ് റോസ്. റൈസ് എന്നുള്ള വാക്കിന്റെ പാസ്റ്റ് ടെൻസ് ആണ് റോസ്. അപ്പോൾ എന്ന് പറയുന്നത് ഗോ അപ്പ്, അതിന്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് വെന്റ് അപ്പ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എസ്കലേറ്റ്, എസ്കലേറ്റ് മീൻസ് ഉയരുക, വർദ്ധിക്കുക, കൂടുക, എസ്കലേറ്റഡ് ഉപയോഗിക്കാം. ഗ്രീവ്, ഗ്രോയുടെ പാസ്റ്റ് ടെൻസ് ഗ്രീവ് നമുക്ക് ഉപയോഗിക്കാം. ഷൂട്ട് അപ്പ്, അതിന്റെ പാസ്റ്റ് ടെൻസ് നമുക്ക് ഷോർട്ട് അപ്പ് എന്ന് പറഞ്ഞ് നമുക്ക് ഉപയോഗിക്കാം. സോ സിമ്പിൾ വൊക്കാബുലറി പഠിച്ചെടുക്കുക, നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അറിയേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റിംഗ് ടാസ്ക് കൊണ്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഞാൻ എ കഴിഞ്ഞിട്ട് ഞാനൊരു നമ്പർ 1, 2, 3 എന്ന് പറഞ്ഞ് 3 ആരോ ഇട്ടുണ്ട്. അതിനകത്ത് നമ്പർ 1 ആദ്യത്തെ ആരോ എന്ന് പറഞ്ഞാൽ ഞാൻ സെപ്പറേറ്റ് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്, കാരണം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കൊണ്ട്. ആൻഡ് യു ലുക്ക് അറ്റ് ദ പൊസിഷൻ ഓഫ് ദിസ് ആരോ. സോ വാട്ട് ഡസ് ദിസ് നമ്പർ 1 റെഫേഴ്സ് ടു? നമ്പർ 1 റെഫേഴ്സ് ടു സഡൻ ചേഞ്ചസ്, അല്ലെങ്കിൽ ലീപ്പിംഗ്, പെട്ടെന്ന് ഒരു വർധന ഉണ്ടാകുന്നത്, വളരെ പെട്ടെന്ന്, ഓൾ ഓഫ് എ സഡൻ ഒരു എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ചേഞ്ച് വന്നു, പെട്ടെന്നുള്ളൊരു ചേഞ്ച് ആണ്. എങ്ങനെ നമുക്ക് അതിനെ പറയാം? ഡെഫിനറ്റ്ലി ഇൻക്രീസ് ആണ്. ഇൻക്രീസിൽ തന്നെ the rise that is increase is sudden increase. How to make the sentence, അല്ലെങ്കിൽ എങ്ങനെയുള്ള വൊക്കാബുലറി നിങ്ങൾക്ക് യൂസ് ആകും നോക്കുക. സഡൻ ഇൻക്രീസ് ഓർ ഇൻക്രീസ്ഡ് സഡൻലി. സഡൻ ഇൻക്രീസ് എന്ന് പറയുമ്പോൾ റിമെമ്പർ, സഡൻ എന്നുള്ള വാക്ക് അഡ്ജക്റ്റീവ്, ഇൻക്രീസ് നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വേറാസ് നമുക്ക് ഇൻക്രീസ്ഡ് സഡൻലി എന്ന് പറയുമ്പോൾ സഡൻലി നമുക്ക് ഇവിടെ ആഡ് വെർബ്. സോ യൂസ് ഓഫ് നമുക്ക് അഡ്ജക്റ്റീവ് ആൻഡ് ആഡ് വെർബ് ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കത് സ്കൈ റോക്കറ്റ് എന്ന് ഉപയോഗിക്കാം. കുതിച്ചുയർന്നു എന്ന വാക്കിന്റെ അർത്ഥം മലയാളം കുതിച്ചുയർന്നു. So for example, the rate of crime in Spain is skyrocketed during the period of 1950 to 1980. കുതിച്ചുയർന്നു, very simple vocabulary. അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം there was a sharp increase of the consumption of electricity. അല്ലെങ്കിൽ the consumption of rice, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം increased sharply during this period. Or else you can use there was a spectacular increase in terms of the use of vehicles or cars, for example. അല്ലെങ്കിൽ increased spectacularly, നിങ്ങൾക്ക് അത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. സോ ഇത് നോക്കിക്കോട്ടെ, ഇതിനകത്ത് ഒരു 2-3 നിങ്ങളിത് അറിഞ്ഞിരിക്കണം. കാരണം ഒരു സഡൻ ചേഞ്ചസ് നിങ്ങൾക്ക് ഗ്രാഫൊക്കെ കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സഡൻ ചേഞ്ചസ് അവർ കൊടുത്തിരിക്കും, നോർമൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതുണ്ടാവാം. സോ യു നീഡ് അറ്റ്ലീസ്റ്റ് എ ഫ്യൂ വേർഡ്സ് ഫ്രം ടു ഷോ സഡൻ ഇൻക്രീസ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇത് പഠിച്ചിരിക്കണം. നമുക്ക് നമ്പർ 2ലേക്ക് പോവാം. 2ന്റെ ആരോ ഇതാണ്. ഇപ്പൊ സഡൻ ഇൻക്രീസ് കഴിഞ്ഞിട്ട് ചെറിയൊരു ചായ്വ് അതിന് വരുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് കാര്യങ്ങൾ എങ്ങനെ അവതരിപ്പിക്കാം നമുക്കറിയാം. സോ റെഫേഴ്സ് ടു മീഡിയം ചേഞ്ചസ് ആണ്. ഇറ്റ്സ് മീഡിയം ചേഞ്ചസ്, ഒരു മിഡിൽ വേ ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ മോഡറേറ്റ് ഇൻക്രീസ്, ഇൻക്രീസ്ഡ് മോഡറേറ്റ്ലി, a modest increase, increased modestly. ഇനി നമുക്ക് നമ്പർ 3 നമുക്ക് വരുമ്പോഴത്തേക്ക് നോക്കി ആ ചേഞ്ചിന്റെ ഇത് കുറയുവാണ്. അപ്പൊ ആ ഒരു സ്പീഡ് കുറയുവാണ്, പേസ് കുറയുവാണ്, ചെറിയ രീതിയിലുള്ള ഇൻക്രീസേ വരുന്നുള്ളൂ. നമുക്ക് അങ്ങനെ റെഫേഴ്സ് ടു സ്മോൾ ചേഞ്ചസ്, ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സ്ലൈറ്റ് ഇൻക്രീസ്ഡ് ഓർ ഇൻക്രീസ്ഡ് സ്ലൈറ്റ്ലി, സ്ലോ ഇൻക്രീസ് ഓർ ഇൻക്രീസ്ഡ് സ്ലോലി, മിനിമൽ ഇൻക്രീസ് ഓർ ഇൻക്രീസ്ഡ് മിനിമലി. അപ്പോൾ ഈ ഒരു എ നോക്കുക, ജനറൽ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് ആണ്. നമ്പർ 1 സഡൻ ഇൻക്രീസ്, നമ്പർ 2 മീഡിയം ഇൻക്രീസ്, നമ്പർ 3 സ്മോൾ ചേഞ്ചസ്. നിങ്ങൾക്ക് ഈ വൊക്കാബുലറി അറിയാമെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നമില്ലാതെ നിങ്ങൾക്ക് ഗ്രാഫൊക്കെ നിസ്സാരമായിട്ട് എഴുതാം. പിന്നെ നമുക്ക് നമ്പർ 4 തന്നിട്ടുണ്ട്. നോക്കി, ഞാൻ അവിടെ നിന്ന് ഒരു ലോങ് ആരോ ആണ് തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഇറ്റ് റെഫേഴ്സ് ടു എ സ്റ്റഡി ഇൻക്രീസ്. വളരെ ഒരു സ്റ്റഡി ഇൻക്രീസ് കാണിക്കാനായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇത്തരത്തിലൊരു ട്രെൻഡ് നിങ്ങൾ ഏതെങ്കിലും ഡയഗ്രത്തിൽ കാണുവാണെങ്കിൽ, ലൈൻ ഗ്രാഫ് ആയിക്കോട്ടെ, ബാർ ഗ്രാഫ് ആയിക്കോട്ടെ, നിങ്ങൾക്കിത് പറയാം. There is a steady increase. You can say it's a constant increase or steady growth.
എ കണ്ടിന്യൂസ് ഇൻക്രീസ് കണ്ടിന്യൂസ്ലി. അൺവേവറിംഗ് ഇൻക്രീസ്, യാതൊരു മാറ്റമില്ല, മൂവ്മെന്റ് ഇല്ല, ഫ്ലക്ച്വേറ്റിംഗ് ഒന്നും തന്നെ ഇല്ല. അൺവേവറിംഗ് ഇൻക്രീസ്, അൺഫ്ലക്ച്വേറ്റിംഗ് ഇൻക്രീസ്, യാതൊരു ഫ്ലക്ച്വേഷൻ ഇല്ല, ഇറ്റ്സ് എ സ്റ്റഡി. അൺഫ്ലക്ച്വേറ്റിംഗ് ഇൻക്രീസ് ഓർ അൺഫ്ലക്ച്വേറ്റിംഗ് റൈസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എ സ്റ്റഡി അപ്വേർഡ് ഗ്രോത്ത്, സോ നോക്കി ഇൻക്രീസുമായി ബന്ധപ്പെട്ട് ഡിഫറെന്റ് ലെവൽസിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മികച്ച ലാംഗ്വേജ് ആണ് ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിത് പഠിച്ചെടുക്കുക, നിങ്ങളത് ഉപയോഗിക്കുക. സോ ഇൻക്രീസ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിന്റെ മറുസൈഡ് ഉണ്ട്, ഡിക്രീസ്. സോ ഇതേ സംഭവങ്ങൾ തന്നെ നമ്മൾ തിരിച്ച് മനസ്സിലാക്കാൻ പോകുവാണ്. സോ നമുക്ക് നമ്പർ എ ഇവിടെ നമുക്ക് നോക്കുന്നത് ആരോ എ റെഫേഴ്സ് ടു എ ഡിക്രീസ്, ജനറൽ ഡിക്രീസ്, പൊതുവായിട്ടുള്ള ഒരു കുറയുക. അതിന് നമുക്ക് യൂസ്ഫുൾ ഒക്കെ നമുക്ക് ഡിക്രീസ് എന്ന് ഉപയോഗിക്കാം, ഫെൽ എന്ന് ഉപയോഗിക്കാം, വെൻ ഡൗൺ പറയാം, റെഡ്യൂസ്ഡ് പറയാം, ദെൻ ഡ്രോപ്ഡ് ഉപയോഗിക്കാം, കം ഡൗൺ അല്ലെങ്കിൽ കെയിം ഡൗൺ എന്ന് പറയാം, ഡിക്ലൈൻഡ്, നിങ്ങൾക്ക് ഈ വാക്കുകൾ ഉപയോഗിക്കാം. ഇത് നമുക്ക് ഇതിന്റെ ഓരോന്നുള്ളത്. അപ്പൊ നമ്പർ 1 അടുത്ത് നോക്കിക്കോട്ടെ. നമ്മൾ നേരത്തെ ഷാർപ്പ് ഇൻക്രീസ് പറഞ്ഞ പോലെ ഇതൊരു സഡൻ ഫോൾ ആണ്, ഷാർപ്പ് ഡിക്രീസ് ആണ്. നമ്പർ 1 ഒരു കനത്ത വീഴ്ചയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമ്പർ 1 റെഫേഴ്സ് ടു സഡൻ ഫോൾസ്. നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വൊക്കാബുലറി ഏതുണ്ട്? അപ്പൊ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന വൊക്കാബുലറി എന്ന് പറയുമ്പോൾ സഡൻ ഡിക്രീസ് ഓർ ഡിക്രീസ് സഡൻലി, ഡ്രാസ്റ്റിക് ഡിക്രീസ്, സഡൻ ഫോൾ അല്ലെങ്കിൽ സഡൻ ഷാർപ്പ് ഫോൾ ഉപയോഗിക്കാം. പ്ലമറ്റഡ് സഡൻലി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വീണു, താഴേക്ക് വീണു, അല്ലെങ്കിൽ പ്ലങ്ഡ് ഓർ നോസ് ഡൈവ്ഡ്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. ഇനി നമുക്ക് മോഡറേറ്റ് ആയിട്ടുള്ള, മീഡിയം ആയിട്ടുള്ള നമുക്ക് ഡിക്രീസ് കാണിക്കണം. നമുക്ക് നമ്പർ 2 അതിനകത്ത് വന്നിട്ടുണ്ട്, മീഡിയം. എ മോഡറേറ്റ് ഡിക്രീസ് ഓർ ഡിക്രീസ്ഡ് മോഡറേറ്റ്ലി, എ മോഡസ്റ്റ് ഡിക്രീസ് ഓർ ഡിക്രീസ്ഡ് മോഡസ്റ്റ്ലി ഓർ സ്ലിപ്ഡ് മോഡറേറ്റ്ലി ഉപയോഗിക്കാം. ഇനി നമുക്ക് നമ്പർ 3 ഇതിനകത്ത് ആക്ച്വലി കിടക്കുന്ന ഇവിടെ ഉണ്ട്. നമ്പർ 3 നമുക്ക് ഈ ഒരു ആരോ ആണ് നമുക്ക് നമ്പർ 3ലേക്ക് വരുന്നത്. സോ വാട്ട് ഡസ് ഇറ്റ് റെഫർ ടു? നമുക്കിവിടെ നോക്കാം. റെഫേഴ്സ് ടു സ്മോൾ ഡിക്രീസ്. എങ്ങനെയാണ്? എ സ്ലൈറ്റ് ഡിക്രീസ്, ഡിക്രീസ് സ്ലൈറ്റ്ലി, സ്മോൾ ഡിക്രീസ്, മിനിമൽ ഡിക്രീസ്, ഇങ്ങനെയുള്ള വൊക്കാബുലറി നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. വെൽ, നമുക്കിനി അടുത്ത് വരുന്നത് റെഫേഴ്സ് ടു നമ്പർ 4 റെഫേഴ്സ് ടു എ സ്റ്റഡി ഡിക്രീസ്. നമുക്ക് വളരെ കണ്ടിന്യൂസ് ലൈനാണ്, വളരെ നമുക്ക് എന്താ പറയുന്നത് ഡിക്രീസ്, ഷാർപ്പ് കണ്ടിന്യൂസ് സ്റ്റഡി ആയിട്ടുള്ള ഒരു ഡിക്രീസ് കാണിക്കുകയാണ്. സോ നമുക്ക് വേണ്ടിയ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കോൺസ്റ്റന്റ് ഡിക്രീസ് പറയാം, സ്റ്റഡി ഡിക്രീസ് പറയാം, കണ്ടിന്യൂസ് ഡിക്രീസ് പറയാം, ഡിക്രീസ് കണ്ടിന്യൂസ്ലി പറയാം, അല്ലെങ്കിൽ സ്റ്റഡി ഫോൾ പറയാം, എ കോൺസ്റ്റന്റ് ഡിക്ലൈൻ നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലൈൻഡ് കോൺസ്റ്റന്റ്ലി ഓർ ഡിക്ലൈൻഡ് സ്റ്റഡി, ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനകത്ത് ഉപയോഗിക്കാവുന്നതാണ്. സോ അപ്പോൾ നമുക്ക് ഇൻക്രീസ് ആയി, ഡിക്രീസ് ആയി. ഇനി വേറെ എന്ത് ഭാഷയാണ് നമുക്ക് ലളിതമായിട്ട് എഴുതാൻ നമ്മളെ സഹായിക്കുന്ന ഭാഷ ഏതാണ്? സോ നമുക്ക് അടുത്ത ഒരു ഡയഗ്രം. അപ്പൊ ഇനി ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലോ? നോ ചേഞ്ച്, ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ നിൽക്കുകയാണ്. അതിന് നമുക്ക് വൊക്കാബുലറി ആണ്. ഇൻക്രീസും ഡിക്രീസും മാത്രമല്ല, നോ ചേഞ്ച് സിറ്റുവേഷൻസ് വരെ. സോ യൂസ്ഫുൾ വൊക്കാബുലറി ക്യാൻ ബി, നമുക്കിവിടെ റിമൈൻഡ് സ്റ്റേബിൾ, ലെവൽഡ് ഓഫ്, അല്ലെങ്കിൽ സ്റ്റെബിലൈസ്ഡ് ഓർ റിമൈൻഡ് ദ സെയിം. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ നമുക്കപ്പം അടുത്തതിലേക്ക് ഒന്ന് പോകാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത്, ഇപ്പൊ നമ്മൾ ഇൻക്രീസ് പറഞ്ഞു, ഡിക്രീസ് പറഞ്ഞു, നോ ചേഞ്ച് പറഞ്ഞു. സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ഫ്ലക്ച്വേറ്റിംഗ് ട്രെൻഡ് ആണ്. ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ലൈൻ ഇട്ടിട്ടുണ്ട്, വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാവട്ടെ. നോക്കുക, അങ്ങനെ മേലിൽ കയറുന്നു, അത് കഴിഞ്ഞ് താഴെ വരുന്നു, മേലിൽ പോകുന്നു, താഴെ വരുന്നു, മേലിൽ പോകുന്നു. സോ ഇറ്റ്സ് റിയലി ഫ്ലക്ച്വേറ്റിംഗ്. ഓക്കെ, so how can we manage this type of situation? So A refers to a wide fluctuation with upward trend. Now B refers to narrow fluctuation or insignificant fluctuating trend. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട്, ഇത് നേരെ താഴേക്ക് വരുവാണെങ്കിൽ വൈഡ് ഫ്ലക്ച്വേഷൻ വിത്ത് ഡൗൺവേർഡ് ട്രെൻഡ് എന്ന് കൂടി ഉപയോഗിക്കാൻ മറക്കരുത്. സോ മനസ്സിൽ വെച്ചേക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലേക്കാണ്. സോ ഇവിടെ നമുക്ക് വേണ്ട സാധനം എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് ആണ്. ഇപ്പോൾ ഒരുപാട് കാൻഡിഡേറ്റ്സ് നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു പെർസെൻറ്റേജ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നമുക്ക് സെന്റൻസ് ആക്കി കൺവേർട്ട് ചെയ്യണം, വേർഡ്സ് ആയിട്ട് എഴുതണം, വേർഡ്സ് ഉപയോഗിച്ച് എഴുതണം. ഇത് ഒരുപാട് പേർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇത് പലരും ശ്രദ്ധിക്കാറില്ല. നിങ്ങൾ ഈ പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് നിങ്ങൾ ഒരു ഡയഗ്രത്തിനകത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 ബാൻഡ് ഗ്യാരണ്ടി കിട്ടും. കാരണം എന്താണ്? ഇപ്പം ഒരു 100 സ്റ്റുഡൻസ് IELTS റൈറ്റിംഗ് ടാസ്ക് കൊണ്ട് എഴുതുവാണെങ്കിൽ 90 സ്റ്റുഡൻസും ഈ പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് പൊതുവെ ഉപയോഗിക്കാറില്ല. നിങ്ങളത് ഉപയോഗിച്ച് ശീലിക്കുക.
നല്ല ഹൈ സ്കോർ കിട്ടാനുള്ള ഒരു എളുപ്പ വഴികളിലൊന്നാണ് ഈ ഒരു എന്താ പറയുക പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾ പല സ്ഥലത്തും പല വീഡിയോസിലും അല്ലെങ്കിൽ പല ബുക്കുകളിലും പല രീതിയിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആണ് സാധാരണ പലരും പറയാറുള്ളത്. ഇപ്പം 100% പറയാം, അല്ലെങ്കിൽ 75%, 50% എന്നൊക്കെ ആയിരിക്കും. ഞാൻ ഇവിടെ 1% മുതൽ 100% വരെയുള്ളത്. പക്ഷേ ഡിക്രീസിങ് ഡൗൺവേർഡ് നാരേഷനാണ് കൊടുത്തിരിക്കുന്നത്. 100 മുതൽ 1% വരെയുള്ള സാധനം നിങ്ങൾക്ക് എങ്ങനെ പറയാം, അതെങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ഹൈലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നരേഷനാണ്. അപ്പൊ ഈ പെർസെൻറ്റേജസ് വരുമ്പോൾ നിങ്ങൾ ഈ പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഒരു റൈറ്റിംഗ് ടാസ്ക് എഴുതാൻ സാധിക്കും. സോ നമുക്കിത് പെട്ടെന്നൊന്ന് നോക്കാം. ഇതെന്താണ് ഈ സാധനം? ഇപ്പൊ നമ്പർ 1 100%, തീർച്ചയായിട്ടും 100% 100%. 99 ആണെങ്കിലോ നമുക്കിവിടെ എഴുതാം ഓൾമോസ്റ്റ് 100%. സോ വെറുതെ 99% എന്ന് എഴുതി വെക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എന്ന് എഴുതുമ്പോൾ അതിന്റെ ഒരു വെയിറ്റ് മാറുന്നുണ്ട് അതിനകത്ത്. അത് മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് നമുക്ക് നമ്പർ 3 95 to 98% ആണെങ്കിൽ നിങ്ങൾ പറയാം നിയർലി 100%. അപ്പൊ നമ്മൾ 100% എന്ന് പറയുന്നില്ല, ഏതാണ്ട് അല്ലെങ്കിൽ അടുത്ത 100% അടുത്ത് 95 to 90, 91 to 95% ആണെങ്കിലോ നിങ്ങൾക്ക് ഇത് ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്ത് പറയാം. A hefty 91% of the people prefer to surrender to the maybe inquiry center അല്ലെങ്കിൽ information center, something like that, or a hefty 92%, similarly 93, 94 ഉപയോഗിക്കാം. എന്നാൽ 90ലേക്ക് വരികയാണെങ്കിലോ സോ 90%, a hefty 90%, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു 9 out of 10 അത് ഉപയോഗിക്കാം. അത് മികച്ചൊരു 9 out of 10 people prefer to visit something like that. ഓക്കെ, അല്ലെങ്കിൽ ഇനി നമുക്ക് അടുത്ത് നോക്കാം 85 to 89%ലേക്ക് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം. എ വാസ്റ്റ് മെജോറിറ്റി, എന്നിട്ട് ബ്രാക്കറ്റിൽ പാരന്തീസിസ് ചെയ്യുക 87%. ഇനി നമുക്ക് 81 to 84%ലാണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് അബവ് 4/5. 4/5 എന്ന് പറയുന്നത് ഞാൻ അതിന് താഴെ കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് 80%. അപ്പം 80%ന് തൊട്ട് മുകളിൽ, അതാണ് അതിന്റെ മീനിങ്. അപ്പം നമ്മൾ ജസ്റ്റ് 81% എന്ന് നിങ്ങൾ എഴുതുന്നതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ് just above 4/5 of the people prefer to visit the information center in order to get some information. So that's the thing. അതിന്റെ ആ പഞ്ച് മാറും നിങ്ങൾ ഈ ഒരു പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി 80% തീർച്ചയായിട്ടും 4/5 എന്ന് നമുക്ക് അതിൽ പറയാൻ പറ്റും. ഇനി എന്ന് പറയുന്നത് അടുത്ത് നോക്കാം 76 to 79% ആണെങ്കിലോ നിയർലി 4/5 നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇനി നമുക്ക് 75% എക്സാക്ട്ലി 3 quarters. അപ്പം ക്വാർട്ടർ റെഫേഴ്സ് ടു 25%. അപ്പം 3 quarters മീൻസ് 25, 25, 25. സോ 75%. ഓക്കെ, അപ്പൊ 100 എന്ന് പറയുന്നത് 4 quarters ആണ്. സോ ദാറ്റ്സ് ദി. ഇനി നമുക്ക് 71 to 74% പറയണമെങ്കിലോ നിങ്ങൾക്ക് യു ക്യാൻ യൂസ് നിയർലി 3 quarters. നിയർലി, ഏകദേശം. ഇനി നമുക്ക് എന്താ പറയുന്നത് 66%ലേക്ക് നമുക്ക് ഇടുവാണ്. 60 എന്നത് എക്സാക്ട്ലി 2/3 ആണ്. അപ്പൊ 66.333 അങ്ങനെയാണ് നമുക്ക് അതിന്റെ മാത്സിൽ വരുന്നത്. സോ യു ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് നമുക്ക് എന്താ പറയുന്നത് ജസ്റ്റ് 2/3. ഇനി 67 to 70 ആണെങ്കിലോ ജസ്റ്റ് എബവ് 2/3. സോ നോക്കി ആ ഒരു സീക്വൻസ് ആക്ച്വലി തുടക്കത്തിൽ 1-2 പഠിച്ചെടുക്കുകയാണെങ്കിൽ ഇനി വരുന്ന എല്ലാം ഈ ഒരു ഫോർമാറ്റിലായിരിക്കും. സോ ഇറ്റ്സ് ഈസി ടു ലേൺ ആൻഡ് യൂസ് ആക്ച്വലി. ഓക്കെ, ഇനി നമുക്ക് 61 to 65% വരെ ഉള്ളതിന് നമുക്ക് എന്താ പറയുക നിയർലി 2/3, ഏതാണ്ട് 2/3 അതിന് അടുത്ത് നിൽക്കുന്നു. ഇനി നമുക്ക് 60% ആണെങ്കിലോ നമുക്ക് 3/5 എന്ന് പറയും. നോക്കി 80% നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു 4/5, ഇവിടെ നമ്മൾ എന്ത് പറയുന്നു 3/5. ഓക്കെ, 60%. ഇനി അത് കഴിഞ്ഞ് നമുക്ക് 55 to 59% നമുക്ക് എന്ത് പറയാൻ പറ്റും, നമുക്ക് നിയർലി 3/5. അടുത്ത് നോക്കുക 70, 51 to 55% ആണെങ്കിൽ നിങ്ങൾക്ക് ഓവർ എ ഹാഫ് അല്ലെങ്കിൽ എ മെജോറിറ്റി എന്ന് പറയാം. കാരണം 50 ആണ് നമുക്ക് അതിന്റെ ഹാഫ് എന്ന് പറയുന്നത്. സോ ഹാഫിന് മേളിലുള്ളത് നമുക്ക് മെജോറിറ്റി ആയിട്ട് 51 സിമ്പിൾ മെജോറിറ്റി. ഇൻഫാക്ട് നമുക്കിനി 50% നമുക്ക് ഹാഫ് പറയാം. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇപ്പം 100 to 50% നമ്മൾ ഇവിടെ കവർ ചെയ്ത് നമുക്കിനി 49 വരെയുള്ളത് നമുക്ക് കവർ 1 to 49 ആണ്. അതാണ് ഇനി അടുത്ത സെറ്റിൽ ഞാൻ കൊടുത്തിരിക്കുന്നത് ഗ്രീൻ ലേറ്റേഴ്സിൽ. ഇവിടെ നമുക്ക് 46 to 49% നിങ്ങൾക്ക് ഉപയോഗിക്കാം നിയർലി ഹാഫ്. 40% ആണല്ലോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻ ആണ്. 41 to 45% ജസ്റ്റ് അബവ് 2/5. ഇപ്പൊ നോക്കിയാൽ ഇവിടെ നമ്മൾ 4/5 കണ്ടു, അത് കഴിഞ്ഞിട്ട് നമുക്ക് 3/5 കണ്ടു, നമുക്ക് 40 വന്നപ്പോഴത്തേക്ക് 2/5 ആയി. ഇനി 1/5 പിന്നാലെ വരും. ആ ഒരു സീക്വൻസ് ഓർത്ത് വെച്ചേക്കാം. അപ്പൊ നിങ്ങൾക്ക് 20, 40, 60, 80 പറ്റി എനിക്ക് പറയാൻ പറ്റും, ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഓക്കെ, 40%. ദെൻ 41 to 45% നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ജസ്റ്റ് അബവ് 2/5 ഉപയോഗിക്കാം.
അത് കഴിഞ്ഞ് 36-39% നിയർലി 2/5 ഉപയോഗിക്കാം, മികച്ച ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ 34-35% നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ജസ്റ്റ് അബവ് 1/3 തീർച്ചയായിട്ടും ഉപയോഗിക്കാം. മറ്റൊന്ന് 33% 1/3. ഇനി നമുക്ക് അടുത്ത് 30-32% നിയർലി 1/3. 25% നമുക്ക് നേരത്തെ കണ്ടു, ഇറ്റ്സ് എ ക്വാർട്ടർ. ദെൻ നിങ്ങൾക്ക് എന്ന് പറയുന്നത് 26-29 നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് അബവ് എ ക്വാർട്ടർ. ഞാൻ അതവിടെ കൊടുത്തിട്ടില്ല, നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെച്ചോളുക, ജസ്റ്റ് അബവ് എ ക്വാർട്ടർ. Then 20% a fifth. So ഇതാണ് ഞാൻ പറഞ്ഞത്, 20% a fifth, 40% 2/5, 60% 3/5, 80% 4/5. ഇത് ഒന്ന് പഠിച്ചെടുക്കുക, വളരെ നല്ലതാണ്. Then 15-90% നിയർലി a fifth നമുക്ക് ഉപയോഗിക്കാം. Then 10% 1 in 10. So നമുക്ക് a fifth കഴിഞ്ഞു, അത് കഴിഞ്ഞ് 1 in 10. അത് കഴിഞ്ഞിട്ട് നമുക്ക് 7-9% നിയർലി 1 in 10. 1-6% നിങ്ങൾക്ക് തീർച്ചയായിട്ടും a tiny 1%, an insignificant 1%, a tiny 4%, a tiny 6%, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. അപ്പോൾ നോക്കി, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആക്ച്വലി നമുക്ക് പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് മനസ്സിലാക്കി എടുത്തിട്ട് ഒരു 1-2 ദിവസത്തെ എഫർട്ട് എടുക്കേണ്ടി വരും ഇതൊന്ന് പഠിച്ചെടുക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ പഠിച്ചെടുത്തിട്ട്, കാരണം പെർസെൻറ്റേജ് ഇല്ലാത്ത, ഇപ്പൊ നോർമൽ ഡയഗ്രാംസ് ആണെങ്കിൽ പെർസെൻറ്റേജ് ഇസ് ഇംപ്ലൈഡ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് അറിയാമെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾക്ക് ഈ റൈറ്റിംഗ് ക്ലാസ് 1 എഴുതാവുന്നതാണ്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടിപ്പ് ഹിയർ, ടിപ്പ് നമ്പർ 12. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഇനി നമ്മൾ മറ്റ് ഡിസ്ക്രിപ്റ്റേഴ്സ്, നമുക്ക് ഇനി ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ് വേണം. കാരണം ഡിഫറെന്റ് പീരീഡ് ഓഫ് ടൈമിൽ നടക്കുന്ന സംഭവങ്ങളായിരിക്കും ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആയിട്ടും ടേബിൾ ഡിസ്ക്രിപ്ഷൻ ആയിട്ടും ഒക്കെ ഇതിനകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു സാധനം നമുക്ക് ഇതിനകത്ത് എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഡാഷ് ആൻഡ് ഡാഷ്. അപ്പം ബിറ്റ്വീൻ 2 വർഷങ്ങളുടെ ഇടയിൽ നടക്കുന്ന ഒരു കാര്യം ഇത് എങ്ങനെ നമുക്ക് പറയാം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ടൈം ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നോക്കാൻ പറ്റുന്നത്. ഞാൻ അവിടെ എക്സാമ്പിൾ തന്നിട്ട് നോക്കാം. Example, the profit of company A, so imagine any company A or B or whatever it is, increased sharply between 1960 and 1990. 1960-90 ഇടയിൽ കമ്പനി എയുടെ പ്രോഫിറ്റ് വളരെ അതിയായ രീതിയിൽ, വളരെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. കാരണം അപ്പൊ നമുക്ക് അവിടെ ഒരു ടൈം ഡിസ്ക്രിപ്റ്റർ വേണം. നമുക്ക് എന്ന് പറയുന്നത് 1960-യും 1990-യും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ടൈം ഡിസ്ക്രിപ്റ്റർ. അപ്പൊ ബിറ്റ്വീൻ 1960 ആൻഡ് നോട്ട് ചെയ്തോളാം. അതുപോലെ തന്നെ നമുക്ക് ഫ്രം ടു മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എക്സാമ്പിൾ നമുക്ക് ഫ്രം 1888 to 1988 മറ്റൊരു എക്സാമ്പിൾ. മറ്റേ നമുക്ക് മൂന്നാമത്തെ ഒരു ടൈം ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓവർ എ പീരീഡ് ഓഫ്, നമുക്ക് സ്ഥിരം ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സംഭവമാണ്. ഫോർ എക്സാമ്പിൾ ഓവർ എ പീരീഡ് ഓഫ് 15 years ഫ്രം 2009. സോ ഓവർ എ പീരീഡ് ഓഫ് 15 years ഫ്രം ഉപയോഗിച്ചിട്ട് ആയിട്ട് പറയുക. സോ ദാറ്റ്സ് എ തിങ്. മറ്റൊന്ന് നോക്കുക, ഡ്യൂറിംഗ് 1950 and 1960. എക്സാമ്പിൾ, കമ്പനി എ ഹാഡ് എ സർജ് ഇൻക്രീസ് ഇൻ പ്രോഫിറ്റ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് 1950 and 1960. കണ്ടോ? അപ്പോൾ ഡ്യൂറിംഗ് 1950 and during the period of 1950 and 1960, 50-നും 60-നും ഇടയിൽ ഡ്യൂറിംഗ് ദ പീരീഡ് അവിടെ ഒരു സർജ് ഇൻ പ്രോഫിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമ്പർ 5 ഇൻ ദ ഇയർ. അപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ അതിന്റെ യൂസ് നോക്കാം. In the year 2010 or in 2020, something happened. Company, for example, company has a profit fell sharply or fell moderately or it recorded just a minimal growth. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഒരു ഇൻ ദ ഇയർ ഉപയോഗിച്ചിട്ട് വർഷം പറഞ്ഞ് ആ ടൈം ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. Then throughout, മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്ക് throughout a particular period, it can be throughout the year, throughout the month, throughout the decades. Decades means 10 years. 1 decade is equal to 10 years. Or quarters, okay, 25 അങ്ങനെ വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് throughout the year, throughout the month, throughout the decades, throughout the quarters, etc. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് for and from. For example, for a period of 10 years from 1995. So use of the for, ഇവിടെ നോക്കിക്കോളാം, for ഇവിടെ ഉണ്ട്, നമുക്ക് from 1995. Then number 8, by, നമുക്ക് ഉപയോഗിച്ച് പറയാൻ പറ്റിയ ടൈം ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. By the year 1990, the company recorded the highest amount of rate of profit by the year 1990. ആ രീതിയിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അപ്പം നമുക്കിവിടെ ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ് ആയി, നമുക്ക് ഓൾറെഡി പെർസെൻറ്റേജ് കൺവേർഷൻ ഞാൻ പറഞ്ഞു, നമുക്ക് ഇതിനകത്ത് ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ് വന്നു കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റൈറ്റിംഗ് എത്രത്തോളം ഒരു സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എന്താ പറയുക റൈറ്റിംഗ് ആയി മാറുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞ ടെൻസ് കറക്റ്റ് ചെയ്യുന്നു,
അത് കഴിഞ്ഞ് മറ്റേ ഇൻക്രീസിങ്, ഡിക്രീസിങ്, ഫ്ലക്ച്വേഷൻ ട്രെൻഡ്, റിമൈനിങ് സെയിം. അതുപോലെ നമുക്ക് എന്താ പറയുന്നത് പെർസെൻറ്റേജ് ഡിസ്ക്രിപ്റ്റേഴ്സ് വന്നു. അത് കഴിഞ്ഞ് ഈ ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ് വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് ഈ വ്യത്യസ്തമായിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങളുടെ റൈറ്റിംഗിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൗ ബ്യൂട്ടിഫുൾ യുവർ റൈറ്റിംഗ് വുഡ് ബിക്കം. ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യമേ ഇതിന്റെ ഹെഡിങ് ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞ പോലെ മികച്ച ഭാഷയിൽ ലളിതമായി എഴുതാം. ദാറ്റ്സ് എ കേസ്. പക്ഷെ ഇതൊന്നും നിങ്ങൾ ഒരാഴ്ച ഇരുന്ന് പഠിക്കണം. ഇത് ഒരാഴ്ച വേണ്ട, 1-2 ദിവസം മെനക്കേടാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് മറ്റ് ക്വാണ്ടിറ്റി ഒക്കെ കാണിക്കുന്ന ഡിസ്ക്രിപ്റ്റേഴ്സ് വേണം. അതായത് ക്വാണ്ടിറ്റി ഒക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യേണ്ടി വരും. സോ അതൊക്കെ നമുക്ക് എങ്ങനെ പറയാം, ഡിഫറെന്റ് ലെവലിൽ നമുക്ക് എങ്ങനെ പറയാം, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റു ചില ഇൻഫർമേഷൻസിലേക്ക് കൂടെ നമുക്ക് പോകാം. ഇവിടെ ആദ്യത്തെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി മീൻസ് ഏകദേശം. അപ്പൊ അതിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകൾ ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള? കുറച്ച് ഇപ്പൊ ഇതിനകത്ത് 7-8 വാക്കുകളൊക്കെ പറയുന്നത് നിങ്ങൾ അത്രയും അറിയണമെന്നില്ല. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 2-3 വാക്ക് അറിഞ്ഞിരുന്നാൽ മതി, കൂടുതലൊന്നും വേണ്ട. അപ്പൊ ഞാൻ ഇതിനകത്ത് കുറേയധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാരണം 5 പഠിക്കുമ്പോഴായിരിക്കും 2 മെമ്മറിയിൽ ഇരിക്കുന്നത്. സോ അതുകൊണ്ട് ജസ്റ്റ് ഒത്തിരി ടെൻഷൻ എടുക്കേണ്ട അല്ലെങ്കിൽ അറിയാകേണ്ട കാര്യമൊന്നുമില്ല. ഈ വൊക്കാബുലറി ഒക്കെ പഠിച്ചെടുക്കുമ്പോഴത്തേക്ക് 2-3 ഓർത്തിരിക്കുക, ദാറ്റ്സ് ഇനഫ്. അത് വെച്ച് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം. കാരണം ഒരൊറ്റ ഡയഗ്രം അല്ലേ എഴുതേണ്ടി വരുന്നുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ളത് പഠിച്ചെടുക്കുക. നിങ്ങൾക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ട വൊക്കാബുലറി പഠിച്ചെടുക്കുക. അപ്പൊ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഏകദേശം എന്തൊക്കെ വാക്കുകളുണ്ട്? നമുക്ക് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഉണ്ട്, നമുക്ക് എബൌട്ട്, അറൌണ്ട്, ജസ്റ്റ് അറൌണ്ട്, ജസ്റ്റ് അബൌട്ട്, ജസ്റ്റ് ഓവർ, നിയർലി, നിയർ ടു, ക്ലോസ് ടു, മോർ ഓർ ലെസ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി. എന്നിട്ട് നിങ്ങൾക്ക് പറയേണ്ട സെന്റൻസ് ബാക്കി പറഞ്ഞു പോവുക. ഇനി അതുപോലെ നമുക്ക് ലെസ് അല്ലെങ്കിൽ കുറച്ച് എന്നൊരു അർത്ഥത്തിൽ വളരെ കുറച്ച്. അപ്പോൾ സ്മോൾ എമൗണ്ട്, അതാണ് അതിന്റെ ഒരു നമുക്കൊരു മീനിങ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ നമുക്ക് വെരി ലെസ് പീപ്പിൾ പ്രിഫർ ടു യൂസ് എ മൊബൈൽ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പം എന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനായിട്ട് അവിടെ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ പ്രിഫർ ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു വൊക്കാബുലറി എ സ്മോളർ എമൗണ്ട്, എ സ്ലൈറ്റർ, സ്മോളർ, നോട്ട് സോ ഗ്രേറ്റ്, നോട്ട് മെനി, ലെസർ ആൻഡ് ലെസർ, ഫ്യൂവർ ആൻഡ് ഫ്യൂവർ, ലെസ് ദാൻ, അങ്ങനെയുള്ള വൊക്കാബുലറി ഉപയോഗിക്കാം. നമുക്ക് മെനി എന്ന് പറയുന്നത് നമുക്ക് കൗണ്ടബിൾസിനാണ് നമുക്ക് മെനി വരുന്നത്. അതിന്റെ ഓൾട്ടർനേറ്റീവ്സ് വൊക്കാബുലറി ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എ ലോട്ട് ഓഫ്, ഫസ്റ്റ് ഓഫ് ഓൾ. നമുക്ക് അതുപോലെ തന്നെ ന്യൂമറസ്, സെവറൽ, എ ഗുഡ് നമ്പർ ഓഫ്, മൾട്ടിറ്റ്യൂഡ്, മൾട്ടിപ്പിൾ, many times, manifold. Manifold also means many times. Tens of, hundreds of, thousands of, millions of expressions are, or a good percentage of, a majority of, a vast majority of. So that's the case. അപ്പോൾ നമുക്ക് അതിനകത്തൊരു കൗണ്ടബിൾ ആണ്. നമുക്ക് ഇനി അൺകൗണ്ടബിളിന് നമ്മൾ നോർമലി മച്ച് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത്. മച്ച് നമുക്ക് എ ഗ്രേറ്റ് ഡീൽ ഓഫ്, അല്ലെങ്കിൽ എ ഗ്രേറ്റ് എക്സ്റ്റെൻഡ് ഓഫ്, എ ലോട്ട് ഓഫ്, എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ്, മച്ച് ഓഫ്, എ സബ്സ്റ്റാൻഷ്യൽ എമൗണ്ട് ഓഫ്, പ്ലെന്റി ഓഫ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട വൊക്കാബുലറിയുടെ എന്താ പറയുക സ്ട്രെങ്ത് കൂടും. ദാറ്റ്സ് എ കേസ്. നമുക്കിനി മറ്റ് ടൈം ഡിസ്ക്രിപ്റ്റേഴ്സിലൊക്കെ മോസ്റ്റ് ഓഫ് ദി ടൈം, അപ്പം മിക്കവാറും സമയങ്ങളിൽ നടക്കുന്നതാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് അതിന് ആദ്യത്തെ നമുക്ക് ഓപ്പൺ, വളരെ കോമൺ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്പീക്കിങ്ങിന് കൂടെ പ്രയോജനപ്പെടും. ഓർത്ത് വെച്ചിരിക്കുക, ഈ നമ്മൾ ഇൻക്രീസും ഡിക്രീസും അല്ലെങ്കിൽ ഈ ടൈം പെർസെൻറ്റേജും ടൈം ഡിസ്ക്രിപ്റ്റേഴ്സ് ഇതെല്ലാം സ്പീക്കിങ്ങിൽ കൂടെ നിങ്ങൾക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ടിയ സാധനമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മോസ്റ്റ് ഓഫ് ദി ടൈം, ഓഫൺ, മിക്കവാറും, ഫ്രീക്വന്റ്ലി, മിക്കപ്പോഴും, യൂഷ്വലി, സാധാരണയായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ചെയ്യും, നോർമലി, മെനി ടൈംസ്, മോസ്റ്റ് ഓഫ് ദി ടൈംസ്, റിപ്പീറ്റഡ്ലി, റിക്കറന്റ്ലി, റെഗുലർലി, റൂട്ടീൻലി. അപ്പൊ നമുക്ക് നോക്കി എന്തോരം നമുക്ക് വൊക്കാബുലറി ഉണ്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് നോട്ട് സോ കോമൺലി. ഇപ്പൊ മോസ്റ്റ് ഓഫ് ദി ടൈമിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് സോ കോമൺലി. മോസ്റ്റ് ഓഫ് ദി നോട്ട് സോ കോമൺലി സ്ഥിരമായിട്ട് അല്ലെങ്കിൽ വല്ലപ്പോഴും ഒരിക്കൽ മാത്രമേ ഉള്ളൂ. റയർലി, ഓർ സം ടൈംസ്, ഓർ നൗ ആൻഡ് ദെൻ, വല്ലപ്പോഴും കൂടി, ഇടയ്ക്കിടയ്ക്ക്, വൺസ് ഇൻ എ വൈൽ, വല്ലപ്പോഴും ഒരിക്കൽ, on occasions, on certain occasions, occasionally, or infrequently. So most of the time പറയുന്നത് പോലെ തന്നെ നമുക്ക് അതിന്റെ ഓപ്പോസിറ്റ് എക്സ്പ്രഷൻസ് ആവശ്യമുണ്ട്. അത്രത്തോളം സാധാരണ അല്ലാതെയും കാര്യങ്ങൾ നടക്കാറുണ്ട്. എന്തെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നോട്ട് സോ കോമൺലി. നമുക്ക് അത് മറ്റൊരു വാക്കാണ് നമുക്ക് ഗ്രാജുവലി. ഗ്രാജുവലി മീൻസ് ക്രമേണ. സോ നമുക്ക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നത്. നമുക്ക് അതിന്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി, പ്രോഗ്രസീവ്ലി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസ്, റെഗുലർലി, കോൺസ്റ്റന്റ്ലി. നമുക്ക് നേരത്തെ ആ ഒരു ഗ്രാഫിലേക്ക് ഞാൻ ഇൻഡിക്കേഷൻ ഇൻക്രീസ് കാണിച്ചതുപോലെയുള്ള സംഭവമാണ് ഗ്രാജുവൽ, കോൺസ്റ്റന്റ്, സ്റ്റഡി, അതേ സംഭവമാണ്. അതുപോലെ നമുക്ക് സഡൻലി, മറ്റൊന്ന് സഡൻലിക്ക് നമുക്ക് ഉപയോഗിക്കാം ഇമ്മീഡിയറ്റ്ലി, ഇൻസ്റ്റന്റ്ലി, ക്വിക്ലി, സ്റ്റിഫ്ലി, സ്റ്റീപ്ലി, ലാർജ്ലി, ഡ്രമാറ്റിക്കലി. ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം.
അത് നോക്കുക, നമുക്ക് സ്ലോയ്ക്ക് നമുക്ക് വെരി സിമ്പിൾ, ബിറ്റ് ബൈ ബിറ്റ്. നല്ല എക്സ്പ്രഷനാണ്, ധൈര്യമായിട്ട് എഴുതിക്കൊള്ളാം. ഓർ അറ്റ് എ സ്നെയിൽ സ്പേസ്, ഒച്ചുഴിയുന്ന വിധത്തിൽ, ഓർ സ്ലഗിഷ്ലി, വളരെ 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 സാവധാനത്തിൽ. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുക, ഞാൻ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. The company recorded a bit by bit growth during the given period. ബിറ്റ് ബൈ ബിറ്റ് ഗ്രോത്ത്, നമ്മൾ അല്ലാതെ നമുക്കൊരു സ്ലോ ഗ്രോത്ത് എഴുതുന്നതിനേക്കാളും മച്ച് മോർ പവർഫുൾ ആണ് ഈ ഒരു എക്സ്പ്രഷൻ, എ ബിറ്റ് ബൈ ബിറ്റ് ഗ്രോത്ത്. നമുക്ക് അതിന്റെ ഒരു സ്റ്റൈല് മാറും എന്ന് പറയുന്നത്. നമുക്ക് സ്ലോ ഗ്രോത്ത് എന്ന് എഴുതുമ്പോൾ നമുക്ക് 2 വാക്കേ വരുന്നുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ബിറ്റ് ബൈ ബിറ്റ് ഓൾറെഡി 3 വാക്കുണ്ട്. സോ ദാറ്റ്സ് എ തിങ്, നിങ്ങൾക്ക് അത് മാനേജ് ചെയ്യാൻ ഈസി. സോ നമുക്കിനി മറ്റ് നമുക്ക് ഡിസ്ക്രിപ്റ്റേഴ്സിലേക്കാണ്. അടുത്ത നമുക്ക് വരുന്നത് ക്വാണ്ടിറ്റി കാണിക്കുന്നത്, എക്സ്റ്റെൻഡ് കാണിക്കുക, എത്രത്തോളം എന്നുള്ള ഒരു നമുക്ക് പ്രയോഗം വേണ്ടി വരും ഇതിനകത്ത്, എത്രത്തോളം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തത് ടു എ സ്മോൾ എക്സ്റ്റെൻഡ്, ഒരു ചെറിയ ഒരളവിൽ മാറ്റങ്ങൾ വന്നു, അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് വന്നു. നമുക്കത് എങ്ങനെ പറയാം? നമുക്കതിന് പറയാം മാർജിനലി, മാർജിനൽ പ്രോഫിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം സ്ലൈറ്റ്ലി അല്ലെങ്കിൽ സ്ലൈറ്റ്, ബെയർലി ബെയർ, നാരോലി നാരോ. ഇങ്ങനെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കമ്പനി എ ഹാഡ് എ മാർജിനൽ ഗ്രോത്ത് ഡ്യൂറിംഗ് ദ ഗിവൺ പീരിയഡ്. കണ്ടോ, മാർജിനൽ ഗ്രോത്ത് മീൻസ് ടു എ സ്മോൾ എക്സ്റ്റെന്റ്, ഇച്ചിരി ഒന്ന് കൂടിയിട്ടുണ്ട്, പേരിന് പറയാം, അത്രേ ഉള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കമ്പനി എ ഹാഡ് എ സ്ലൈറ്റ് ഗ്രോത്ത് ഡ്യൂറിംഗ് ദ ഗിവൺ പീരിയഡ്, ഓർ ബെയർ ഗ്രോത്ത്, നാരോ ഗ്രോത്ത് ഡ്യൂറിംഗ് ദ ഗിവൺ പീരിയഡ്. നമുക്ക് ഓൾട്ടർനേറ്റീവ് മാറി മാറി ഉപയോഗിക്കാം. ഇനി നമുക്ക് ഇതിപ്പോ സ്മോൾ എക്സ്റ്റെന്റിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്, വളരെയധികം അല്ലെങ്കിൽ ടു എ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. അത് നമുക്കൊരു ചേഞ്ച് വന്നു, നമ്മൾ അതെങ്ങനെ പറയും? നമുക്കത് പറയാൻ പറ്റുന്നത് യു കൻ യൂസ് സിഗ്നിഫിക്കന്റ്ലി, വാസ്റ്റ്ലി, സബ്സ്റ്റാൻഷ്യലി, ഗ്രേറ്റ്ലി, അബൻഡന്റ്ലി. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കുക. കമ്പനി എ റെക്കോർഡഡ് എ സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്ത്, കണ്ടോ? അല്ലെങ്കിൽ എ വാസ്റ്റ് ഗ്രോത്ത്, എ സിഗ്നിഫിക്കന്റ് ഗ്രോത്ത്, is a great growth, an abundant growth, is recorded is a great is growth. നിങ്ങളുടെ അത് ഉപയോഗിക്കാം. അപ്പൊ നോക്കി, നിങ്ങളുടെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട അറിവ് ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്തുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് മികച്ച ഭാഷയിൽ വളരെ ലളിതമായിട്ട് എഴുതാൻ കഴിയുന്ന ഒരു സംഭവമാണ് നമുക്ക് റൈറ്റിംഗ് ടാസ്ക് 1 എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ നിങ്ങൾക്ക് 7 പോയിന്റ് അടിക്കാൻ പറ്റും നിങ്ങൾ, പക്ഷേ ഇത് ക്ലവറായിട്ട് പഠിച്ച് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ടതാണ് കമ്പാരിസൺ. കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ, റൈറ്റിംഗ് ടാസ്ക് 1ന്റെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ് മേക്ക് കമ്പാരിസൺസ് വേറെവർ റെലവന്റ്. ഇതില്ലാതെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. ഈ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, ആൻഡ് മേക്ക് കമ്പാരിസൺസ് വേറെവർ റെലവന്റ്. അപ്പൊ കമ്പാരിസൺ നമുക്ക് എങ്ങനെ പറയാം? കമ്പാരിസൺ നോർമലി ഇംഗ്ലീഷ് പറയുന്നത് നമുക്ക് എന്ന് പറയും, 2 വസ്തുക്കൾ എടുത്തിട്ട് അത് ഒരുപോലെ ഇരിക്കുന്നതെന്ന് പറയാം. ഇപ്പം എ ആൻഡ് ബി ആർ ദ സെയിം, അത് പറയാം, ഒരേപോലെ ഇരിക്കുന്നു. അപ്പൊ നമുക്ക് അതിന് നമ്മൾ ഇംഗ്ലീഷ് പറയാം, നമുക്ക് സിമിലാരിറ്റി. സോ അതാണ് സംഭവം, ഏതെന്നിരിക്കുന്ന സിമിലാരിറ്റി ആണ്. അല്ലെങ്കിൽ നമുക്കത് ഓപ്പോസിറ്റ് ആണെന്ന് പറയാം, നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്മിത ഈസ് ബ്യൂട്ടിഫുൾ, വേറാസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് ലക്ഷ്മി ഈസ് നോട്ട് സോ. അപ്പൊ ഒരാൾ വളരെയധികം ബ്യൂട്ടിഫുൾ ആണ്, ഒരാൾ അങ്ങനെയല്ല. അല്ലെങ്കിൽ എന്ന് പറയുന്നത് ലക്ഷ്മി ഈസ് വെരി ടോൾ, വേറാസ് സ്മിത ഈസ് വെരി ഷോർട്ട്. അപ്പൊ നമുക്ക് ആ കോൺട്രാസ്റ്റ് പറയണം. അപ്പൊ അതിനുള്ള നമുക്ക് വൊക്കാബുലറി, അപ്പൊ നമുക്ക് സിമിലർ ആണെന്ന് പറയാം, കോൺട്രാസ്റ്റ് ആണെന്ന് പറയാം. എങ്ങനെ നമുക്കത് മാനേജ് ചെയ്യാം? സോ നമുക്ക് വേണ്ട വൊക്കാബുലറി നോക്കുക. നമുക്ക് ഇവിടെ ഉപയോഗിക്കാം ലൈക്ക് വൈസ്, സിമിലർലി, ഇൻ എ സിമിലർ ഫാഷൻ, സെയിം ആസ്, ഇൻ ദ സെയിം മാനർ, ഐഡന്റിക്കലി, ക്ലോസ്ലി. ഏത് വൊക്കാബുലറി വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കോൺട്രാസ്റ്റ്, ഒപ്പോസിഷൻ ആണ്. കാരണം ഒപ്പോസിഷൻ ഇല്ലാത്ത ഒരു ഡയഗ്രാം നിങ്ങൾക്ക് വരില്ല. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുന്ന ചില വൊക്കാബുലറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആദ്യത്തെ നമുക്ക് ഓൺ ദി അതർ ഹാൻഡ്, വേറാസ്, കോൺട്രാസ്റ്റിംഗ്ലി, വൈസ് വേഴ്സ, ഹൗവർ, ബട്ട്, ദോ, ഓൾദോ, ഈവൻ ദോ, വൈൽ, യെറ്റ്, ഡെസ്പൈറ്റ്, ഇങ്ങനെയുള്ള എന്ന് പറയുന്നത് വൊക്കാബുലറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതുപോലെ നമുക്ക് ഇനി എന്ന് പറയുന്നത് സിമിലാരിറ്റി കണ്ടു, കോൺട്രാസ്റ്റ് കണ്ടു. ഇനി നമുക്ക് ആഡ് ചെയ്യണം, ഇൻഫർമേഷൻ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റൈറ്റിംഗ് ടാസ്ക് 1. അപ്പൊ അതിനുവേണ്ടി വൊക്കാബുലറി ഏതൊക്കെയുണ്ട് നമ്മുടെ കയ്യിൽ? നമുക്ക് ആൻഡ് ഉപയോഗിക്കാം, ആസ് വെൽ ആസ് ഉപയോഗിക്കാം, ഓൾസോ, ഇൻ അഡീഷൻ ടു, എലോങ് വിത്ത്, ഫർദർ, മോർ ഓവർ, ബിസൈഡ്സ്, ടു. ഇതെല്ലാം തന്നെ നമുക്ക് എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കിങ് വേർഡ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വരുന്നത് വേർഡ്സ് ഷോയിങ് സ്റ്റെപ്സ് ആൻഡ് സീക്വൻസ്. എസ്പെഷ്യലി നമുക്ക് പ്രോസസ് ഡയഗ്രാംസ് വരാറുണ്ട്. അപ്പം
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസസ്, ഇൻഡസ്ട്രിയൽ പ്രോസസ് വരാം, അല്ലെങ്കിൽ നമുക്ക് ബയോളജിക്കൽ പ്രോസസ് വരാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമുക്ക് പ്രോസസ് ഡയഗ്രം ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സീക്വൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വൊക്കാബുലറി ഇല്ലാതെ നിങ്ങൾക്ക് അതിന് സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പൊ നമുക്ക് നോക്കാം അത് എങ്ങനെ പറയാം. നമുക്ക് ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി നിങ്ങൾക്ക് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മറ്റൊരു പോർഷൻ ആണ് അറ്റ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഓർ ഫസ്റ്റ് ഓഫ് ഓൾ, പ്രൈമർലി, ഇനിഷ്യലി. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞ് വൺ ബൈ വൺ കണ്ടിന്യൂ ചെയ്യാം. ദെൻ വാട്ട് ഹാപ്പൻസ്, നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ്, ഫോളോഡ് ബൈ സംതിങ്, വാട്ട് ഹാപ്പൻസ്, ദെൻ ആഫ്റ്റർ എന്ത് സംഭവിക്കുന്നു, ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു, ഇറ്റ് കണ്ടിന്യൂസ് വിത്ത്, ഫർദർ, ദെയർ ആഫ്റ്റർ, മൂവിംഗ് ഓൺ ടു, വെൻ ഇറ്റ് കംസ് ടു, ടേണിംഗ് ടു, ഫൈനലി, ഓർ ലാസ്റ്റ്ലി, ഓർ ഇറ്റ് എൻഡ്സ് വിത്ത്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എത്ര സീക്വൻസ് നമ്മൾ ഇതിനകത്ത് കവർ ചെയ്തു എന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി മൂന്നെണ്ണം അതിനകത്ത് വന്നു. അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ, ഓക്കെ, മറ്റൊന്ന് ഫസ്റ്റ് ഓഫ് ഓൾ, ഫസ്റ്റ്ലി അത് വരുന്നുണ്ട്. പ്രൈമർലി, ഇനിഷ്യലി. അപ്പോൾ പ്രൈമർലി ഇത് ഫസ്റ്റ്ലി തന്നെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ്ലി തന്നെയാണ്, പ്രൈമർലി ഫസ്റ്റ്ലി തന്നെയാണ്, ഇനിഷ്യലി. സോ നമുക്ക് ഇവിടെ മൂന്നെണ്ണം നമുക്ക് കണക്കാക്കാം. 1, 2, 3, ഫസ്റ്റ്ലി, സെക്കൻഡ്ലി, തേർഡ്ലി. അപ്പോൾ 3 സീക്വൻസ് ആയി. ദെൻ 4, നെക്സ്റ്റ് 5, ഫോളോഡ് ബൈ 6, ആഫ്റ്റർ 7, ആഫ്റ്റർ ദാറ്റ് 8, ഇറ്റ് കണ്ടിന്യൂസ് വിത്ത് 9, ഫർദർ 10, ദെയർ ആഫ്റ്റർ 11, മൂവിംഗ് ഓൺ ടു 12, വെൻ ഇറ്റ് കംസ് ടു 13, ടേണിംഗ് ടു 14, ഫൈനലി 15. 15 സ്റ്റെപ്പിൽ കൂടുതലുള്ള ഒരു സാധനവും നിങ്ങൾക്ക് പ്രോസസ് ഡയഗ്രത്തിൽ വരാൻ പോകുന്നില്ല. ഇതിന്റെ ആവശ്യമില്ല, ഒരു 8 കാണത്തുള്ളൂ നോർമലി. സോ അപ്പൊ നോക്കി, നിങ്ങൾക്ക് ഈ 15 പഠിച്ചൊരു 10 ഓർക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ പ്രോസസ് ഡയഗ്രാം ഈസി ആയിട്ട് മാനേജ് ചെയ്യാം. പറയുന്ന മികച്ച ഭാഷയായിരിക്കും, ലളിതമായിട്ട് നിങ്ങൾക്ക് എഴുതുകയും ചെയ്യാം. ഇതൊന്ന് വായിക്കുന്ന പരിപാടിയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, നമുക്കിനി വേർഡ്സ് ഫോർ സൈമൾട്ടേനിയസ് ആക്ഷൻസ്. ഒരേ സമയം സംഭവിക്കുന്ന ആക്ഷൻസിന് നമുക്ക് ആക്ഷൻസ് വരും പ്രോസസ് ഡയഗ്രാം. ഇപ്പൊ 2 കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇറ്റ് ക്യാൻ ബി ഹാർവെസ്റ്റഡ് സൈമൾട്ടേനിയസ്ലി, അല്ലെങ്കിൽ അറ്റ് ദ സെയിം ടൈം ബൈ മെഷീൻ ആൻഡ് മാനുവലി. പോസിബിൾ ആണ്, ഒരേ സമയം നടക്കുന്ന 2 ആക്ഷൻസ് നിങ്ങൾക്ക് കൊണ്ടുവരാം. അപ്പൊ അവിടെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ ഒന്ന്, ആദ്യത്തേത് സൈമൾട്ടേനിയസ്ലി, തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ കൺകറന്റ്ലി, ഒരേ സമയം, അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം, കൺകമിറ്റന്റ്ലി, ഒരേ സമയം, സൈമൾട്ടേനിയസ്ലി. ഇതും ഓർത്ത് വെച്ചേക്കുക. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പീക്കിംഗിൽ കൂടെ നിങ്ങൾ ഈ ഒരു വൊക്കാബുലറി കൊണ്ടുവരികയാണെങ്കിൽ ഹൈലി ബെനിഫിഷ്യൽ, നല്ല മാർക്കാണ്. വെൽ, ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് മാപ്സ്. ഒരുപാട് കാൻഡിഡേറ്റ്സ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയയാണ് ആക്ച്വലി മാപ്സ് എന്ന് പറയുന്നത്. അപ്പം മാപ്സിൽ നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം അതിന്റെ ഡിറക്ഷൻസ് തന്നെയാണ്. കാരണം ഒരു ജിയോഗ്രഫിക്കൽ എന്തുകൊണ്ട് മാപ്സ് നിങ്ങൾക്ക് ചോദിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പർപ്പസ് ഓഫ് ദ മാപ്സ് തന്നെ നിങ്ങൾക്ക് ജിയോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ പറയാൻ അല്ലെങ്കിൽ കൊടുക്കാൻ അറിയാമോ ഇല്ലയോ എന്നുള്ളതാണ്. വാട്ട് യു മീൻ ബൈ ജിയോഗ്രഫി? ദിശ വെച്ച് പറയുക എന്നുള്ളതാണ് ജിയോഗ്രഫിക്കൽ ഡിസ്ക്രിപ്ഷൻ. ഭൂമിശാസ്ത്രപരമായിട്ട് അതിൽ ദിശ വെച്ച് പറയുക എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാർ പറയുന്ന ഇവിടെ നിന്ന് വടക്കോട്ട് പോവുക, അവിടെ നിന്ന് കിഴക്കോട്ട് തിരിയുക, അവിടെ നിന്ന് പടിഞ്ഞാട്ട് പോവുക, അത് തന്നെ അങ്ങനെ അവർ പറഞ്ഞു പോകും. സോ ആക്ച്വലി അത് തന്നെയാണ് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഡിറക്ഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഈ ഒരു ഡിറക്ഷന്റെ ആരോ, 4 ആരോ, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഈ സാധനം നിങ്ങൾക്ക് നിങ്ങളുടെ മാപ്പിൽ തന്നിട്ടുണ്ടെങ്കിൽ യു മസ്റ്റ് കമ്പൽസറിലി യൂസ് ഈ ഡയറക്ഷൻ നിങ്ങൾക്ക് അതിനകത്ത് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നിരിക്കണം, നരേഷനിൽ വന്നിരിക്കണം, ഇല്ലെങ്കിൽ മാർക്ക് കുറയും. സോ ദാറ്റ്സ് തിങ്. അപ്പൊ നമുക്കിവിടെ 4 ഡയറക്ഷനാണ്. നമുക്ക് നോർത്ത്, സൗത്ത് താഴെ, വെസ്റ്റ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആൻഡ് ഈസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി നമുക്ക് നമ്മൾ ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഈ ഡയറക്ഷനിൽ 4 കോർണേഴ്സ് കൂടിയുണ്ട്, അത് മറക്കരുത്. ഇപ്പൊ നമുക്ക് വാട്ട് ഈസ് ദെയർ ബിറ്റ്വീൻ north and west? So you just say it's a northwest. So that's it. അല്ലെങ്കിൽ what is there between north and east? You just say it's northeast. Okay. Or what is there in between south and east? So we call it southeast. So look at this area. So whatever comes in this particular area, you can cover with this southeast. Or else what happens with the southwest? So between south and west. So it's a southwest. So നമുക്ക് 8 ഡയറക്ഷൻ ആയി അപ്പോഴത്തേക്ക് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്, ഫണ്ടമെന്റൽ ബേസിക് ഡയറക്ഷൻസ്. അതിന്റെ കോർണേഴ്സ് കൂടെ നമ്മൾ കവർ ചെയ്യാണ്. നോർത്ത് വെസ്റ്റ്, നോർത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, സൗത്ത് ഈസ്റ്റ്. സോ 8 ഡയറക്ഷൻസ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റൈറ്റിങ്ങിനകത്ത് നിങ്ങൾ ഇത് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് 7 ബാൻഡ് ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. യാതൊരു ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ നമുക്ക് മാത്സ് പോലെയാണ് ആക്ച്വലി. റൈറ്റിംഗ് ടാസ്ക് 1 നമുക്ക് എഴുതാൻ പറ്റുക. മാത്സിന് നമുക്ക് എല്ലാം നേരെ ചുവ എഴുതുവാണെങ്കിൽ 100 out of 100 കിട്ടും. അത് തന്നെയാണ് ഈ റൈറ്റിംഗ് ടാസ്ക് കൊണ്ട്. ഇപ്പം ഇതിന്റെ ഇവാലുവേഷൻ എടുക്കുകയാണെങ്കിൽ 3 ബാൻഡ് ആണ് ആക്ച്വലി. നമുക്ക് ടുഗദർ റൈറ്റിംഗ് ടാസ്ക് 1 ആൻഡ് റൈറ്റിംഗ് ടാസ്ക് 2 ടുഗദർ ആണ് നമുക്ക് 9 ബാൻഡിനുള്ളത്. അപ്പൊ എസ് എ നന്നായിട്ട് എഴുതിയാൽ 9 ബാൻഡ് കിട്ടത്തില്ല. 9 ബാൻഡ് മാക്സിമം ഈസ് ഓഫ് 6 ബാൻഡ്. കാരണം നമുക്ക് അതിന്റെ ടൈമും കാര്യങ്ങളും അങ്ങനെയാണ്. നമ്പർ ഓഫ് വേർഡ്സ് നമുക്ക്
250 ആണ്. ടൈം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് എസ്ഐക്ക് 40 മിനിറ്റ്സ് ആണ്. അപ്പം അതിനൊപ്പം നിങ്ങൾ റൈറ്റിംഗ് ടാസ്ക് 1ലേക്ക് ടൈം നമുക്ക് നമ്പർ ഓഫ് വേർഡ്സ് 150 ആണ്, ടൈം 20 മിനിറ്റ്സ്. അപ്പം എസ്ഐക്ക് 40 മിനിറ്റ് ഉണ്ട്, ഇവിടെ 20 മിനിറ്റ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് എന്താണ് 3 ബാൻഡ് അസസ്മെന്റ് ഇതിനകത്ത് നിന്ന് വരും. അപ്പൊ അവരത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളുടെ റിസൾട്ടിൽ കാണിക്കില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പൊ അതുകൊണ്ട് റൈറ്റിംഗ് ടാസ്ക് 1ൽ അത് 3 ഔട്ട് ഓഫ് 3 എടുക്കാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ എടുത്താൽ പിന്നെ നമുക്ക് ഔട്ട് ഓഫ് 6ൽ നിന്ന് 4 ബാൻഡ് എടുത്താൽ മതി. 4+3 ഓൾറെഡി നമുക്ക് 7 ബാൻഡ് ആവും. ഗ്യാരണ്ടീഡ് 7 ഫോർ റൈറ്റിംഗ്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പൊ അല്ലാതെ നമ്മൾ എസ്എ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇത് വിട്ടുകളയായിരിക്കും. ചില കാൻഡിഡേറ്റ്സ് കണ്ടിട്ടുള്ളത് റൈറ്റിംഗ് ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, ഈ ലാംഗ്വേജ് ഒക്കെ ഞാൻ എങ്ങനെ പഠിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ചുമ്മാ അങ്ങനെ വിട്ടു പോകും. എന്നിട്ട് ഏറ്റവും അവസാനം എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. എസ്എ നന്നായിട്ട് എഴുതും, ഇത് എന്തെങ്കിലുമൊക്കെ എഴുതി എങ്ങനെ എഴുതി കഴിഞ്ഞാൽ റിസൾട്ട് വരുമ്പോഴത്തേക്ക് 6 അല്ലെങ്കിൽ 6.5 ആയിരിക്കും. സോ അതിൽ നിന്ന് നിങ്ങൾക്കൊരു പറയുന്ന ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ നല്ല വൊക്കാബുലറി ഒക്കെ പഠിച്ചെടുക്കുക. ഞാൻ പറഞ്ഞ ടെൻസസ് ഉപയോഗിക്കുക. വേറെ ഒന്നും വേണ്ട, ഈ ഒരു വീഡിയോ നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്താൽ മതി. ഗ്യാരണ്ടീഡ് നിങ്ങൾ പറയുന്ന റൈറ്റിംഗ് ടാസ്ക് ആണെങ്കിൽ 3 ഔട്ട് ഓഫ് 3 ഗ്യാരണ്ടീഡ് ആയിട്ട് നിങ്ങൾക്ക് അത് തീർച്ചയായിട്ടും നിങ്ങളത് 7ലേക്ക് നിങ്ങൾ അത് കൊണ്ടുപോകും. കാരണം ഇതിനകത്ത് 3 ബാൻഡ് കിട്ടുവാണെങ്കിൽ 7 ബാൻഡിലേക്ക് വരാൻ നമുക്ക് പിന്നെ വലിയ ഡിസ്റ്റൻസ് ഇല്ല. നമുക്ക് ജസ്റ്റ് 4 ബാൻഡ് മതി എസ് എന്ന്. അതെങ്ങനെയും അത്യാവശ്യം നന്നായിട്ട് എഴുതുവാണെങ്കിൽ കിട്ടും. തീർച്ചയായിട്ടും എസ് ഐക്ക് ഇതുപോലുള്ള ചില സ്റ്റെപ്സ് ഉണ്ട്, അത് ഫോളോ ചെയ്യുവാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് എടുക്കാം. 5 ബാൻഡ് വരെ വലിയ പ്രശ്നമില്ലാതെ എടുക്കാൻ പറ്റുന്നതാണ് എസ് എ റൈറ്റിംഗിന്. സോ ദാറ്റ്സ് എ കേസ്. അപ്പൊ ഇത് ഈ ഒരു ഡയറക്ഷൻസ് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കിക്കൊള്ളുക. സോ നമുക്ക് ലെറ്റ്സ് മൂവ് ഓൺ ടു മാപ്സിന് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കേണ്ട ചില വൊക്കാബുലറി ഉണ്ട്. കാരണം ഈ വൊക്കാബുലറി നമുക്ക് മാപ്സിൽ കൊണ്ടുവന്നാൽ മാത്രമേ മാപ്സ് റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ അത് അറിയണം, എന്താണ് ഈ സാധനം എന്നുള്ളത് നമുക്ക് അറിയണം. സോ വൊക്കാബുലറി ഫോർ മേക്കിംഗ് എ ക്രിയേറ്റീവ് മാപ്സ് നരേഷൻ. മാപ്സ് നരേഷൻ വളരെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വൊക്കാബുലറി ആണ്. നമുക്ക് ഇവിടെ വൊക്കാബുലറി ലിസ്റ്റ് ആണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കത് 1 by 1 നമുക്ക് നോക്കാം. എന്താണ് ഇപ്പം പ്രത്യേകിച്ചും വേർഡ്സ് ഫോർ ഷോയിങ് ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ എ പ്ലേസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നടക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ചേഞ്ച് എന്താണ്, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സ്പെസിഫിക് ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് ചില വൊക്കാബുലറി നമുക്ക് ആവശ്യമാണ്. നമ്പർ 1 ഇസ് റെനോവേറ്റ് അല്ലെങ്കിൽ മോഡേണൈസ്. എന്താണ് വാട്ട് യു മീൻ ബൈ റെനോവേറ്റ് അല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ മോഡേണൈസ്? ടു മേക്ക് സംതിങ് ന്യൂ അഗൈൻ. ഇഫ് യു വാണ്ട് ടു ഷോ ദാറ്റ് സംതിങ് ന്യൂ ഹാസ് ബീൻ മെയ്ഡ്, അങ്ങനെയാണെങ്കിൽ എന്ത് പറയണം? കണ്ണും കൂടി നേരെ റെനോവേറ്റ് എന്നോ അല്ലെങ്കിൽ മോഡേണൈസ് എന്നോ നിങ്ങൾ ഉപയോഗിച്ചോളാം. ഇതേ വൊക്കാബുലറി തന്നെയാണ് നമുക്ക് അടുത്തതിലും വരുന്നത്. റിനോവേറ്റ് ഓർ മോഡേണൈസ് എന്താണ്? ടു മേക്ക് സംതിങ് ന്യൂ അഗെയിൻ. അപ്പോൾ എന്ത് പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് പറയുന്നത് സെയിം ആണ് നമുക്ക് ഇവിടെ വരുന്നത്. മേക്ക് സംതിങ് ന്യൂ അഗെയിൻ നമുക്ക് അവിടെ റിനോവേറ്റ് അല്ലെങ്കിൽ മോഡേണൈസ്. അടുത്ത നോക്കുക നമുക്ക് എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ എക്സ്പാൻഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റെൻഡ് അല്ലെങ്കിൽ എക്സ്പാൻഡ് എന്ന് പറയുന്നത് ടു മേക്ക് സംതിങ് ബിഗ്ഗർ. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും എന്ന് പറയുന്നത് വലുതായി, ഇപ്പൊ ഒരു എന്ന് പറയുന്നത് ഒരു ഫുട്ബോൾ കോർട്ട് നേരത്തെ ചെറുതായിരുന്നു. ഇപ്പൊ 1950 ഒരു മാപ്പ് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു ചെറിയൊരു ഫുട്ബോൾ കോർട്ട്. പക്ഷെ 1970 ഗ്രൗണ്ട് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് എന്താണ് കാണിച്ചിരിക്കുന്നത്? വലിയൊരു ഫുട്ബോൾ കോർട്ട്. അപ്പൊ നിങ്ങൾക്ക് പറയാം ഫുട്ബോൾ ഗ്രൗണ്ട് വാസ് എക്സ്പാൻഡഡ് എക്സ്റ്റെൻഡഡ് ഓവർ എ പീരീഡ് ഓഫ് 2 decades. 20 വർഷം കൊണ്ട് അത് വലിയ രീതിയിൽ വികസിച്ചു, അല്ലെങ്കിൽ വളരെ വലുതാക്കി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ അതിന്റെ മീനിങ്. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് ഇംപ്രൂവ്. വാട്ട് യു മീൻ ബൈ ഇംപ്രൂവ്? ഇംപ്രൂവ് മീൻസ് ടു മേക്ക് സംതിങ് ബെറ്റർ. അപ്പൊ എന്തെങ്കിലും ഒരു ഫെസിലിറ്റിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്ന് പറയുന്നത് കാര്യങ്ങൾ അതിനൊരു ബെറ്റർ ഫോമിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, 2 ഡിഫറെന്റ് മാപ്സ് എപ്പോഴും ഉണ്ടാകും നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഇംപ്രൂവ് എന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ മറ്റൊരു വാക്കാണ് റെഡ്യൂസ്. റെഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു മേക്ക് സംതിങ് സ്മോളർ. ഇപ്പം വലിയൊരു സംഭവത്തിനെ പിടിച്ച് ചെറുതാക്കി, അല്ലെങ്കിൽ വലിയൊരു ഗ്രൗണ്ടിനെ ചെറിയ രൂപത്തിലേക്കാക്കി, അല്ലെങ്കിൽ നേരത്തെ ഒരു 10 വെഹിക്കിൾസിന് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് സ്ലോട്ടിനെ ഇപ്പം വന്നപ്പോഴത്തേക്ക് ചെറുതാക്കി, അല്ലെങ്കിൽ ഒരു ആംഫി തിയേറ്ററിന്റെ സൈസ് ചെറുതാക്കി. സോ നമുക്ക് അതിനെ റെഡ്യൂസ് എന്ന് പറയാം. അതുപോലെ തന്നെ റീപ്ലേസ്. റീപ്ലേസ് എന്ന് പറഞ്ഞാൽ ഒന്നിനെ എടുത്ത് മാറ്റി വേറൊന്ന് കൊണ്ടുവെക്കുക എന്നുള്ള അർത്ഥത്തിലാണ് റീപ്ലേസ് സംഭവിക്കുക. ഇപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ടു ടേക്ക് സംതിങ് അവേ ആൻഡ് പുട്ട് സംതിങ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു 2 മാപ്പ് ആദ്യത്തെ മാപ്പിൽ കാണുന്നു ഫോറസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കും, കാടാണ് കാണിക്കുന്നത്, വനം. പക്ഷേ പുതിയ മാപ്പിലേക്ക് നോക്കുമ്പോൾ വനമില്ല, ആ വനത്തിന്റെ സൈഡിൽ പുതിയൊരു ടെന്നീസ് ക്ലബ് വന്നേക്കാണ്. സോ നമുക്ക് എന്ത് പറയുന്നത്? ഫോറസ്റ്റ് ഏരിയ ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് എ ടെന്നീസ് ക്ലബ്. നിങ്ങൾക്ക് പറയാം, ഒന്ന് എടുത്ത് മാറ്റിയിട്ട് പുതിയതായിട്ട് പോയി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഷിംഗ് ബോട്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ അതില്ല, അതിന് പകരം പുതിയ അപ്പാർട്ട്മെന്റ് വന്നിരിക്കുന്നു, റീപ്ലേസ്ഡ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വാക്കാണ് റിമൂവ്.
റിമൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു മാറ്റുക, ടു ടേക്ക് സംതിങ് അവേ. ഫോർ എക്സാമ്പിൾ, there were 5 restaurants, all of them were removed for the development of maybe for let's say road development. So that can be നിങ്ങൾക്ക് അത് വയ്ക്കാം. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് നിങ്ങൾക്ക് എന്ന് പറയുന്നത് ആഡ് മീൻസ് ആഡ് ചെയ്യുക, അഡിഷൻ ചെയ്യുക, കൂട്ടിച്ചേർക്കുക, ടു പുട്ട് സംതിങ് ടോട്ടലി ന്യൂ, അല്ലെങ്കിൽ ഡെവലപ്പ്, ടു ബിൽഡ് മെനി ബിൽഡിങ്സ് ഇൻ ആൻ ഏരിയ വേർ ദർ വാസ് നത്തിങ്. അപ്പോൾ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥലത്ത് പുതിയ ബിൽഡിങ്സ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇനി നമുക്ക് മാപ്സിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ മാപ്സുമായി ബന്ധപ്പെട്ട വൊക്കാബുലറി പറഞ്ഞു. മാപ്സ് പല രീതിയിലാകാം. രണ്ട് പാസ്റ്റ് ടൈംസിലുള്ള 2 മാപ്സിനെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് മാപ്പും ഒരു പ്രസന്റ് മാപ്പ്. അതിനകത്തുള്ള ടെൻസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഉപയോഗിച്ചോളാം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രസന്റ് മാപ്പ് തന്നിട്ട് ഫ്യൂച്ചർ, ഒരു ബിൽഡിങ്ങിന്റെ പ്രസന്റ് സിറ്റുവേഷൻ, ഇപ്പോൾ എയർപോർട്ടിന്റെ ഒരു പ്രസന്റ് എയർപോർട്ട് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻ, മേ ബി 2050 എയർപോർട്ടിന്റെ പ്ലാൻ, ഈ രീതിയിലും തരാറുണ്ട്. അപ്പോൾ അതിന്റെ ടെൻസ് ഒക്കെ നിങ്ങൾ മാനേജ് ചെയ്യണം. അതുപോലെ മാപ്പിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ആർ ദ ന്യൂ ഡെവലപ്മെന്റ്സ് ടു പ്ലേസ്, അല്ലെങ്കിൽ എന്നുള്ളത് പ്രത്യേകം നിങ്ങൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് അത് നേരത്തെ പറഞ്ഞ പോലെ ജിയോഗ്രഫിക്കൽ അനലൈസ്, ഡിറക്ഷൻസ് ഒക്കെ വെച്ച് നന്നായിട്ട് നിങ്ങൾ എഴുതുവാണെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ല സ്കോർ നിങ്ങൾക്ക് കിട്ടും. സോ ദാറ്റ്സ് എനിക്ക് തോന്നുന്നു ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എങ്ങനെ ഇത് ലളിതമായിട്ട് എഴുതാം എന്നുള്ളത് എങ്ങനെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അല്ലെങ്കിൽ IELTS പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, എവിടെ വേണമെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അല്ലെങ്കിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും അവർക്കും IELTS എഴുതിയെടുക്കാനായിട്ട് ഒരുപക്ഷെ ഈ വീഡിയോ അവരെ സഹായിച്ചേക്കും. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്,